Good evening, this is Vikas Karthik. Talk of the Town-ന്റെ ഒരു വെരി സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മോടൊപ്പം ഇന്നൊരു വെരി സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ അതിഥിക്ക് ഒരു മുഖവരയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഏറെ സുപരിചിതമായ മുഖമാണ്. ടെലിവിഷൻ റിയാലിറ്റി ഷോയിലൂടെ താരമായിട്ട് വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ എത്രയും സ്നേഹത്തോടും കൂടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സന്തോഷം. എനിക്ക് എല്ലാവരെയും കാണാൻ പറ്റിയതും ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നതിലും വളരെ വലിയ സന്തോഷമുണ്ട്. സന്നിധാനന്ദൻ വന്നിട്ടുള്ളത് നാളെ ദുബായിൽ നടക്കുന്ന ഒരു ഓണാഘോഷത്തിന്റെ പരിപാടിയുടെ നമസ് എന്ന് പറയുന്ന സംഘടനയുടെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയാണ്. 11 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അവർ സംഘടിപ്പിക്കുന്ന പൊന്നോണം 2024 അല്ലെ? പ്രോഗ്രാം എല്ലാം സെറ്റ് അല്ലേ? എല്ലാം സെറ്റാണ്. നാളെ ഇനി അടിച്ചു പൊളിച്ചാൽ മതി. പൊളിക്കാൻ ഒരുപാട് കലാപരിപാടികളുണ്ട്, ഒരുപാട് കലാകാരന്മാർ വരുന്നുണ്ട്. അപ്പൊ പിന്നെ വിഭവ സമൃദ്ധമായ ഒരു സദ്യയും ഉണ്ട് അല്ലെ? അപ്പൊ മിസ് ചെയ്യരുത്, നിർബന്ധമായും എല്ലാവരും വരണം. അതെ, അത് അൽക്കൂസിലുള്ള ദിവാല സ്കൂളിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം. അപ്പൊ എല്ലാവരും വരിക, കാണുക, പൊളിക്കുക. ഓക്കെ. അപ്പൊ സന്നിധാനന്ദൻ, ഈ ടോക്ക് ഓഫ് ദ ടൗൺ പ്രോഗ്രാം തുടങ്ങാറുള്ളത് എപ്പോഴും ഒരു പെർഫോമൻസിലൂടെയാണ്. അതെ. അപ്പൊ നമുക്കൊരു പാട്ടിലൂടെ തന്നെ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം. ചെറുശേരി തൻ പ്രിയയെലുശേരിയും ചെറുശേരി തൻ പ്രിയയെലിശേരിയും ഇടശേരി തന്നുടെ പുളിശ്ശേരിയും വൈലോ പിള്ളി തൻ മാമ്പഴക്കാളനും വിളമ്പി കൊതിപ്പിച്ച മലയാളമേ, മനം കുളിർക്കുന്ന ശ്രാവണ തിരുവോണമേ, ചെറുശേരി തൻ പ്രിയയെലിശേരി. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഓണത്തിന് പറ്റിയൊരു പാട്ടാണ്, നല്ലൊരു ഇൻട്രോ. ഈ സോങ്ങിനെ കുറിച്ചൊന്ന് പറയുമോ? ഇത് നമ്മുടെ R.K. ദാമോദരൻ സാർ എഴുതിയിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ രവീന്ദ്ര മാഷാണ് അതിൻ്റെ സംഗീതം. നമ്മുടെ ദാസേട്ടൻ പാടിയ ഒരു പാട്ടാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഓണക്കാലത്തിനെയും നമ്മുടെ എല്ലാ വികാരങ്ങളെയും എല്ലാ വിചാരങ്ങളെയും നമ്മുടെ ഭാഷയും ഒക്കെ കൂടുതൽ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് ഒരു പാട്ടുകാരനാണ് നമ്മുടെ ദാസേട്ടൻ. അപ്പോൾ ഓണം എല്ലാവരും ആഘോഷിച്ച ഒരു കാലം ആദ്യകാലങ്ങളിൽ അല്ലെങ്കിൽ തരങ്കിണിയുടെ പാട്ടുകളാണ്. തോണിക്കാരനും അവന്റെ പാട്ടും കൂടണഞ്ഞു, തേങ്ങി തളർന്നൊരു ചെറുമക്കുടിലിൽ വിളക്കണഞ്ഞു. അങ്ങനെയുള്ള ഓണപ്പാട്ടുകൾ. ഈ മരുഭൂവിൽ തുമ്പികളില്ല, ഈ മറുനാട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാലത്ത് ദാസേട്ടൻ ഇതുണ്ടായിരുന്നു. പിന്നെ അത് മാറുന്നത് വിദ്യാസാഗർ വന്നപ്പോ തിരുവോണ കൈനീട്ടം, ചന്ദന വളയിട്ട കൈ കൊണ്ട് നീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓണപ്പാട്ടുകൾ ഒരുപാട്. പറനിറയെ പൊന്നളക്കും ഐക്കോണിക് മ്യൂസിക് ഉണ്ടല്ലോ. അതെ. പക്ഷെ ഈ പാട്ട് ഒരിക്കലും പ്രതീക്ഷയില്ല. അതെ, ദാസേട്ടൻ മുടിപ്പൂക്കൾ വാടിയാലെന്തോ മനെ, നിന്റെ ചിരിപ്പൂക്കൾ വാടരുതെന്നോ മനെ, മുഖമൊട്ടു തളർന്നാലെന്തോ മനെ, നിന്റെ മനം മാത്രം വാടരുതെന്നോ മനെ, മുടിപ്പൂക്കൾ വാടിയാലെന്തോ മനെ, നിന്റെ ചിരിപ്പൂക്കൾ വാടരുതെന്നോ മനെ. ഒരിക്കലും വാടാതിരിക്കട്ടെ. നാളത്തെ കളക്ഷൻ എങ്ങനെയാണ് സോങ് പാടാൻ പോകുന്നത്? നാളെ ഓണപ്പാട്ടുകളുണ്ട്, അടിപൊളി പാട്ടുകളുണ്ട്, എല്ലാ തരത്തിലുള്ള പാട്ടുകളും കൂടിയിട്ടുള്ള ഒരു വിഭവസമൃദ്ധമായ പാട്ട് സദ്യയാണ്. നമസിന്റെ പൊന്നോണത്തിന് വേണ്ടിയിട്ട് കരുതി വെച്ച കുറെ അമിട്ടുകളും ബോംബുകളും ഒക്കെ ഉണ്ട്. അടിപൊളി. സന്നിധാനന്ദൻ എന്നൊരു ആർട്ടിസ്റ്റ്, ഒരു ഗായകൻ രജിസ്റ്റർ ആവുന്നു. ഇപ്പൊ ഒരുപാട് ഫാൻ ബേസുകളുണ്ട്. വിക്രമിന്റെ ഏറ്റവും പുതിയ ചിത്രം തങ്കലാനിൽ എത്തി നിൽക്കുന്നു അല്ലെ? ഇപ്പൊ സുരേഷ് ഗോപിയുടെ ഗോപി ചേട്ടന്റെ JSK എന്ന് പറഞ്ഞൊരു പുതിയ പടം പാടി. മ്യൂസിക് ഡയറക്ടർ അത് അരുൺ കുമാർ. ഓക്കെ. സന്തോഷ് വർമ്മ സാറാണ് അതിന്റെ വരികൾ. ഓക്കെ. അപ്പൊ പക്ഷെ ഈ എല്ലാം തുടങ്ങുന്നത്
ഒറ്റ ഷോയിലൂടെ ഐഡിയ സ്റ്റാർസിന്. സത്യം അതെ, ഒരു വല്ലാത്ത എൻ്റെ ജീവിതത്തിനെ മാറ്റി. ഇപ്പം ഞാൻ ദുബായ് എന്ന് പറയുന്നത്, ദുബായിലുള്ള കൂട്ടുകാർക്ക്, നാട്ടിൽ നിന്നും ഗ്രാമത്തിൽ നിന്നും ദുബായിലേക്ക് വരുന്ന കൂട്ടുകാർക്ക്, വിദേശത്തേക്ക് പോകുന്ന കൂട്ടുകാർ നിങ്ങൾ അവിടെ എത്തിയോ എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് എഴുതുമ്പോൾ നമ്മളൊരിക്കലും വിചാരിച്ചിട്ടില്ല ഒരു കുറേ കാലങ്ങൾ കഴിഞ്ഞ് നമുക്ക് ഈ നാട്ടിൽ വരാൻ പറ്റുന്നത്. അതൊക്കെ ഐഡിയ സ്റ്റാർ സിംഗർ. അതേപോലെ പണ്ട് നമ്മളിങ്ങനെ ടി വിയിൽ കണ്ടിരുന്ന ഒരാളുടെ കൂടെ ഇരിക്കാൻ പറ്റുന്നുള്ളതും നമ്മളൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരുപാട് ഭാഗ്യം. നമുക്ക് ഒരു കോളർ ഉണ്ട്. ഓക്കെ, ഹലോ 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 നമസ്കാരം. വെൽക്കം ടു ടോക്ക് ഓഫ് ദ ടൗൺ. നമസ്കാരം. ഓക്കെ, നമസിന്റെ ജനറൽ കൺവീനർ ആണ് വിളിക്കുന്നത് അല്ലെ? അതെ. നമസ്തേ, പൊന്നോണം 2024 നമ്മുടെ നാളത്തെ ബിൻസാറാണ്. അപ്പൊ സാർ എല്ലാം സെറ്റ് അല്ലേ പ്രോഗ്രാം? എല്ലാം ഇതുവരെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അവസാനഘട്ട മിനുക്കുപണികളും അവസാനഘട്ട തിരക്കുകളായിട്ട് ഞങ്ങൾ എല്ലാവരും ഈ ഓഡിറ്റോറിയത്തിലുണ്ട് ഇപ്പോ. അതെ. അപ്പൊ എന്തൊക്കെയാണ് നാളത്തെ പ്ലാൻസും കാര്യങ്ങളൊക്കെ? നാളെ ആക്ച്വലി നമുക്ക് ഏകദേശം നല്ലൊരു ക്രൗഡ്, ഒരു 500-ലധികം ക്രൗഡ് നമുക്ക് ഇതുവരെ ഉണ്ട്. ഇത് നമസ്തെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫാമിലി കുടുംബ കൂട്ടായ്മയാണ്. അപ്പൊ UAE-യിലുള്ള സമാന മനസ്കരായിട്ടുള്ള നമ്മളെല്ലാവരും ചേർന്ന് നടത്തുന്ന ഒരു കൂട്ടായ്മയാണ് നമസ് എന്ന് പറയുന്നത്. നമസിന്റെ പൊന്നോണം നാളെ രാവിലെ 9 മണിക്ക് നമ്മള് ഭദ്രദീപം കൊളുത്തി പരിപാടി തുടങ്ങും. അതിനുശേഷം നമ്മുടെ പ്രോഗ്രാമിന്റെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് ദുബായ് മുനിസിപ്പാലിറ്റിയുടെ ഹെഡ് ഓഫ് IT ഡിപ്പാർട്ട്മെന്റിലെ ഹെഡാണ്, അദ്ദേഹമാണ് വരുന്നത് നമ്മുടെ ചീഫ് ഗസ്റ്റ്. അപ്പോ അതുപോലെ തന്നെ ഒമാനീസ് ആയിട്ടുള്ള 2 നമ്മുടെ സുഹൃത്തുക്കളും അദ്ദേഹവും അവിടെ നിന്ന് വരുന്നുണ്ട്, ഒമാനിൽ നിന്ന്. അവർ ഓൾറെഡി വന്നിട്ടുണ്ട് ഇവിടെ. അപ്പൊ അവരെ എല്ലാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഘോഷയാത്രയോട് കൂടി അവരെ വരവേറ്റ് മാവേലി, ചെണ്ടമേളം, വഞ്ചിപ്പാട്ട്, താലപ്പൊലി ഇതിന്റെ എല്ലാ അകമ്പടിയോട് കൂടിയിട്ട് ഞങ്ങള് ഈ ഘോഷയാത്ര ഈ വേദിയിൽ വരും. അത് കഴിഞ്ഞ് നമ്മുടെ നമ്മുടെ കുടുംബത്തിലുള്ള ഇൻഹൗസിലുള്ള എല്ലാവരുടെയും കുറച്ച് കലാപരിപാടികളുണ്ട്. വിഭവസമൃദ്ധമായ ഓണസദ്യ ഉണ്ട്. വിഭവസമൃദ്ധമായ ഓണസദ്യ ഉണ്ട്. അതെ. അത് കഴിഞ്ഞിട്ടാണ് വിനായകൻ തുടങ്ങുന്നത്. സന്നിധാനന്ദന്റെ വെടിക്കെട്ട് തുടങ്ങുന്നത്. സന്നിധാനന്ദനൊപ്പം ഉണ്ട്, നമ്മുടെ ഒപ്പം ഉണ്ട്. അതെ. സംസാരിക്കും പിന്നെ ചേട്ടാ. പറഞ്ഞാട്ടെ. നാളെ നമുക്ക് നമസിന്റെ പൊന്നോണം അങ്ങ് തകർക്കണം, ഗംഭീരാക്കണം. തീർച്ചയായിട്ടും. ആ വലിയ മനസ്സിന് നമ്മളെല്ലാവരും കൂടെ ഉണ്ട്. നമ്മുടെ എല്ലാ പിന്തുണയും ഉണ്ടാവും. നമ്മുടെ ടീം എല്ലാവരും തയ്യാറാണ് ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട്. പ്രോഗ്രാം നമുക്ക് അടിച്ചു പൊളിക്കാം അല്ലെ? തീർച്ചയായിട്ടും. ഓക്കെ. ഇത് ഫ്രീ എൻട്രി ആണോ? പബ്ലിക്കിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇത് പബ്ലിക്കിനുണ്ട്, പക്ഷെ ഇത് ഇൻവൈറ്റീസ് ആണ്. നമ്മള് പബ്ലിക്കിൽ നിന്ന് ഒരുപാട് പേർക്ക് നമ്മൾ ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒരു എൻട്രി എന്നുള്ളത് ഇൻവിറ്റേഷൻ ത്രൂ ആണ്, ഇല്ലെങ്കിൽ നമുക്ക് ക്രൗഡിനെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻവിറ്റേഷൻ നമ്മൾ വെന്യൂല് നാളെ കൊടുക്കുന്നുണ്ട്. കുറച്ചു പേർക്കുള്ള ബാക്കി വെച്ചിട്ടുണ്ട്, അവരെ നമ്മൾ വെന്യൂല് കൊടുക്കുന്നുണ്ട്. നമസ് സംഘടനയെ കുറിച്ച് പറയൂ, എന്താണ്, എങ്ങനെയാണ്? നമസ് എന്ന് പറയുന്നത് ഏകദേശം 11 വർഷം മുമ്പ് രൂപം കൊണ്ട ഒരു സംഘടനയാണ് നമസ്. ഏകദേശം നമ്മളൊരു 20-25 ഫാമിലിയിൽ തുടങ്ങി ഇന്ന് 300-400ഓളം ഫാമിലിയിൽ എത്തിച്ചേർന്നത്. ഇപ്പൊ ഏകദേശം 400 ഫാമിലി നമ്മുടെ കൂട്ടത്തിലുണ്ട്. 400 ഫാമിലി ഒരു ക്രൗഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആവറേജ് 3 വെച്ച് കൂട്ടിയാലും 1000ഓളം നമ്മുടെ ഫാമിലി കുടുംബ അംഗങ്ങൾ ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയാണ്. നാളെ വരാൻ പോകുന്ന പല ഗസ്റ്റുകളും ടോക്ക് ഓഫ് ദ ടൗണിന്റെ ഗസ്റ്റുകൾ തന്നെയായിരുന്നു. നിങ്ങളുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന കലാകാരന്മാർ, ബിൻലേട്ടൻ ആയാലും, റിതം പാഡിസ്റ്റ് ബിൻലേട്ടൻ, സാൻഡി ഒക്കെ, സാൻഡി ഉണ്ട്, ദിനിലുണ്ട്, അതുപോലെ പ്രവീണുണ്ട്. അപ്പൊ ആ കലാകാരന്മാരെല്ലാവരും നമ്മുടെ സണ്ണിക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണയ്ക്ക് വേണ്ടി. അപ്പൊ ഒരു അടിപൊളി ഗാനമേള പ്രതീക്ഷിക്കാം നമുക്ക്. ഫുൾ വൈബാണ്. അപ്പൊ ഒരുപാട് സന്തോഷം വിളിച്ച പ്രോഗ്രാം അസലാകട്ടെ. എല്ലാവിധ ഭാവങ്ങളും ആശംസകളും. താങ്ക് യു. എന്തായാലും ഈ സപ്പോർട്ട് ചെയ്യുന്ന UBL TVക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ പരിപാടി നാളെ വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാം ഭംഗിയാവട്ടെ. എല്ലാം ഭംഗിയാവും, പൊളിക്കാം. ഓക്കെ, നമുക്ക് ഐഡിയ സ്റ്റാർ സിംഗറെ കുറിച്ച് 2007. അതെ.
അപ്പോൾ ഗസ്റ്റുകളായി ഉണ്ടായിരുന്ന MG ശ്രീകുമാർ, ശരത് സാർ, ഉഷ ദീദി, ഉഷ എങ്ങനെയായിരുന്നു അവരോടൊക്കെയുള്ള ഒരു അത് നമുക്ക് ജീവിതത്തിൽ ഒരു സംഗീത ജീവിതത്തിൽ നമുക്ക് കിട്ടിയ അപൂർവമായി കിട്ടിയ ഗുരു സാന്നിധ്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആ 3 പേരും നമ്മൾ ദൂരദർശൻ കാലഘട്ടത്തിൽ കണ്ടിരുന്ന ഇപ്പം എൻ്റെ കേരളം എത്ര സുന്ദരം എന്ന് പാടിയ പോപ്പ് ഗായിക ഉഷാദീദി നമ്മുടെ ഒപ്പം ഉഷാദീദിക്ക് മുമ്പിൽ നാം പെർഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ധാരാളം പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അത്രയും ബാലമുരളീകൃഷ്ണ എന്ന് പറഞ്ഞ ആ വലിയൊരു ഗുരുനാഥനായി കിട്ടിയിട്ടുള്ള ശരത് സാറ് ഒരുപാട് പാട്ടുകൾ നമുക്ക് മലയാളത്തിൽ തന്നിട്ടുള്ള ആളാണ്. അതെ. അതുപോലെ നമുക്ക് ധാരാളം പാട്ടുകൾ തന്നിട്ടുള്ള ഒരാളാണ് MG ശ്രീകുമാർ സാറ്. അപ്പം അവരുടെയൊക്കെ ഒരു സാന്നിധ്യത്തിൽ നമ്മളെന്ന് പറയുന്ന ഒരു ഗായകൻ ഡെവലപ്പ് ആവുന്നു എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ളതെല്ലാം നല്ലതായിരുന്നു. അതായത് എൻ്റെ ഒരു ദൈവാനുഗ്രഹം എന്ന് പറയാം, പ്രാർത്ഥന. അന്ന് ആ വേദിയിൽ ആദ്യമായിട്ട് ആലപിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സ്റ്റേജ് രാത്രിയായിരുന്നു ലക്ഷ്മി തിയേറ്റർ, തിരുവനന്തപുരത്തെ ലക്ഷ്മി തിയേറ്റർ. 1 വർഷത്തോളം തിരുവനന്തപുരത്ത് ഏഷ്യാനെറ്റിൻ്റെ സംഗീത പരിപാടിക്കായിട്ട് ചെലവിട്ടു. അപ്പോൾ അങ്ങനെ വളരെ ഭയന്നിട്ടാണ്. കാരണം ഇത്രയും വലിയ ഞാൻ അതിൻ്റെ ഡയറക്ടർ അജയൻ കെ നായർ സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സാറേ എനിക്കിത് ഭയങ്കര പേടിയാണ്. കാരണം ഇത്രയും വലിയ ആൾക്കാരുടെ മുമ്പിൽ ഞാനെന്ന് എനിക്ക് പാട്ട് കേൾക്കുക എന്നല്ലാണ്ട് പാടുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പോട്ടെ എന്നാൽ ശരി നീ പൊക്കോ, അതോടുകൂടെ നീ കഴിഞ്ഞു ഒന്നും കൂടെ ഒന്ന് വിചാരിച്ചോ. അതല്ലേ ഞാൻ എന്നാൽ ശരി. അങ്ങനെ ഒന്ന് പഴവങ്ങാടിയൊക്കെ പോയി തൊഴുത് രാത്രി 12 മണിയായി ഷൂട്ട്. അങ്ങനെ വന്ന് ഫസ്റ്റ് തന്നെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് MG സാറ് പറഞ്ഞു ഒരു അയ്യപ്പൻ ഡിവോഷണൽ പാടാൻ പറഞ്ഞു. അപ്പൊ ഞാൻ കന്നിമൂല ഗണപതി ഭഗവാനേ ശരണം, സ്കന്ദനേ സിംഗാരവേലനേ ശരണം, അന്നൈ മാളികപ്പുറത്തമ്മ ദേവിയേ ശരണം, ഹരിഹരസുതൻ അയ്യനയ്യപ്പ സ്വാമിയേ ശരണം. എനിക്കൊന്ന് സമാധാനം. കാരണം ഇനിയിപ്പോൾ എന്ത് നടന്നാലും കുഴപ്പമില്ല എന്നുള്ളൊരു ധാരണവും പിന്നെ കുറച്ച് സംസാരം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് പാട്ട്. പക്ഷെ ഇപ്പൊ ഈ പാടിയൊരു കോൺഫിഡൻസ് അന്ന് വേദിയിൽ പാടുമ്പോൾ ഉണ്ടായിരുന്നോ? അന്ന് കോൺഫിഡൻസ് ഒന്നുമല്ല. അതായത് അത് നമ്മളെന്തായാലും കോൺഫിഡൻസ് എന്ന് പറയാൻ പറ്റില്ല അതിന്. അല്ല ഇന്ന് ഇപ്പോഴും കോൺഫിഡൻസ് ഒന്നും ഇല്ല. അത് നമുക്കേ അതായത് നമ്മളൊരു പാട്ടുകാരൻ, ഒരു മ്യൂസീഷ്യൻ, ഇപ്പോൾ വോക്കൽ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾ ഒരുപാട് കാര്യങ്ങൾ നിയന്ത്രിക്കും. ഭക്ഷണം, അയാളുടെ ഉറക്കം, അയാളുടെ യാത്ര, പിന്നെ അതിനുള്ള കാര്യങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടും ചില നേരത്ത് ശബ്ദം ഒന്ന് നമ്മൾ പാടുന്ന നേരത്ത് ഒന്ന് അടഞ്ഞു പോയാൽ പിന്നീട് നമുക്ക് മുന്നോട്ട് പാടാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പം അതുകൊണ്ട് കോൺഫിഡൻസ് അല്ല, നമുക്കത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ഉറപ്പ്. കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായാലും ഞാൻ ചെയ്തിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഈ കാര്യത്തിൽ അത് പറയാൻ പറ്റില്ല. വന്നു പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസാണ് എപ്പോഴും. സാധനം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അതിനെ ഒരു 5 മിനിറ്റിൽ ആ ഒരു പാട്ടുകാരൻ പാടുന്ന ആ ഒരു 5 മിനിറ്റ് ആ പ്രാക്ടീസ് എന്തായിരുന്നു എന്ന് അറിയാൻ പറ്റും. അപ്പോഴും ചിലപ്പോൾ പ്രകൃതി അല്ലെങ്കിൽ കുറച്ച് പൊടിക്കാറ്റ് ഉണ്ടാവുക, മഞ്ഞുണ്ടാവുക ഒക്കെ ആകുമ്പോൾ. അതെ. അന്ന് വേദിയില് ഏറ്റവും അധികം അപ്രീഷിയേഷൻ കിട്ടിയ പാട്ട് ഏതോന്ന് ഓർമ്മയുണ്ടോ? കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അത് ഞാൻ പറയട്ടെ, ഞാനെന്ന് പറയുന്ന വ്യക്തി രൂപപ്പെടുന്നത് തന്നെ ഏകദേശം ഒരു 10-18 വയസ്സിന് ശേഷം. ശബ്ദം എന്ന് പറയുന്ന ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. ക്ലഫ്റ്റ് ലിപ്പായിട്ടാണ് ജനനം തന്നെ. പിന്നെ 2 കുറുനാവ്, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. പിന്നെ അപ്പോൾ ഏകദേശം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും സൗണ്ട് തോമ എന്ന് പറഞ്ഞൊരു സിനിമ. അതിന് സമാനമായിട്ട് ഉള്ള ഒരു ജീവിതവും ശബ്ദവും ഒക്കെ തന്നെയായിരുന്നു. പിന്നെ നമുക്ക് എപ്പോഴും ഒരു ഡിവോഷൻ ഉണ്ടാവും, ഒരു യാത്ര അല്ലെങ്കിൽ ഒരു ലക്ഷ്യം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യപ്പെടുന്ന ഒരു ഇടമുണ്ടാവും.
അപ്പം അത് നമ്മൾ ശബരിമലയ്ക്ക് പോകും, അച്ഛന്മാരേക്ക് കൊണ്ടുപോകും, കാര്യങ്ങൾ ചെയ്യും. ആ ഒരു അന്തരീക്ഷത്തിൽ വളർന്നു വരുന്ന അങ്ങനെ കുറേ സംസാരിക്കുന്നത് ഞാനിപ്പോഴും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പല എൻ്റെ കൂട്ടുകാരായിട്ടുള്ള അച്ഛന്മാരായിട്ടുള്ള കൂട്ടുകാരോട് പറയും, നിങ്ങളെ കുഞ്ഞിനോട് കുറേ സംസാരിക്കണം. കാരണം ഇപ്പം മൊബൈലും അങ്ങനെ ഒക്കെ ഉള്ളത് കൊണ്ട് കുട്ടികളായിട്ട് ചുരുങ്ങുന്നുണ്ട്, ഗാർഡിയൻസായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കുട്ടികളോട് നമ്മൾ വളർന്നു വരുന്ന കൊച്ചു പ്രായത്തിലുള്ള കുട്ടികളോട് ആ അച്ഛൻ സംസാരിക്കുമ്പോൾ മാത്രമാണ് ആ കുട്ടിയുടെ ശബ്ദം സംസാരവും ഡെവലപ്പ് ആവുക. പല കുട്ടികളും ഇപ്പോൾ സ്പീച്ച് തെറാപ്പിക്ക് പോകുന്ന, ഇത് പറയേണ്ട വിഷയമല്ലെങ്കിലും അപ്പൊ നമ്മള് എന്ന് പറയുന്ന പോലെ ഞാൻ കുറെ ശരണം വിളിക്കാൻ തുടങ്ങി. അച്ഛൻ എല്ലാ വർഷവും മലയ്ക്ക് കൊണ്ടുപോകും. അങ്ങനെ വന്നാണ് എൻ്റെ ശബ്ദം മാറി വരുന്നത്. എൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ആ കോൺഫിഡൻസും വളരുന്നത് 4 ആളുടെ മുമ്പിൽ പാടാൻ പറ്റും എന്നുള്ളതൊക്കെ. അതെ, അപ്പൊ അങ്ങനെ ഒരു ഡിവോഷണൽ ഇൻസ്പിറേഷൻ്റെ ഉള്ളിൽ നിന്നാണ് എൻ്റെ ശബ്ദത്തിൻ്റെ വരവ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് സത്യം. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം വെച്ചാണ് നമ്മൾ വളർന്നു വരുന്നത്. അങ്ങനെ പാടുന്നു. അപ്പോൾ അന്ന് പാടിയ ചോദ്യം അതായിരുന്നു, അതായത് ഏറ്റവും അപ്രിസിയേഷൻ കിട്ടിയ പാട്ട്. ഒരുപാട് കുറേ പാട്ടുകളുണ്ട്. അപ്പൊ ഞാൻ ഈ പരിമിതികൾ, അപ്പൊ എൻ്റെ കൂട്ടുകാരൊക്കെ അസാധ്യ സിംഗേഴ്സാണ്. അപ്പൊ എൻ്റെ കൂടെ പാടിയത് നജീം ഉണ്ടായിരുന്നു, അമൃതാസലായിട്ട് പാടുന്നത് നിഖിൽ എന്ന് പറഞ്ഞ കൂട്ടുകാരനുണ്ട്. അങ്ങനെ ഒരുപാട് കൂട്ടുകാർ, ഡോക്ടർ വിനീത, പിന്നെ തുഷാർ എന്ന് പറഞ്ഞ അപ്പൊ അവരുടെ മുമ്പിലൊക്കെ ഞാൻ എന്ത് പാടാൻ എന്നുള്ള ഒരു ചിന്ത എനിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവരത്ര വലിയ സിംഗേഴ്സാണ്. അപ്പൊ ഞാൻ എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ട് പാട്ടുകാരനായതാണ്. പിന്നെ കുറെ കേൾവി കൊണ്ടും പിന്നെ അതിനുശേഷം കുറെ പാട്ട് പഠിക്കാൻ പോയത് കൊണ്ടൊക്കെ. അപ്പോൾ അവരെന്ത് പാട്ട് പാടുന്നു എന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കാറില്ല. അവർ ചിലപ്പോൾ ഹരിമുരളീരവം പാടുമ്പോൾ ഞാൻ എൻ്റെ കൂടെ മദളത്തേനുണ്ണാൻ പാറിപ്പറന്നു വന്ന മാണിക്യക്കുയിലാളേ നീ എവിടെ, നിന്റെ കൂടെ എവിടെ, നീ പാടും പൂമരമേ എന്ന പാട്ടുകളൊക്കെയാണ് നമ്മൾ ചിത്രഗീത ഓർമ്മ. അപ്പൊ അതില് അങ്ങനെ പിന്നെ കുറെ ഏറ്റവും അപ്രിസിയേഷൻ, ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയാ, മധുര സ്നേഹ തരംഗിണിയാ, കുറെ പാട്ടുകൾ പാടിയിട്ട് അങ്ങനെ കുറെ അപ്രിസിയേഷനും നമുക്ക് അവിടെ തന്നെ നിൽക്കാനുള്ള ഒരു സപ്പോർട്ട് ജനങ്ങൾ തരികയുണ്ടായി. ജനങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ ഐഡിയ സ്റ്റാർസ് കൊണ്ട് നിലനിർത്തിയത്. തുടക്കത്തിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ മ്യൂസിക് പഠിച്ചിരുന്നില്ല, ശാസ്ത്രീയമായിട്ട് അഭ്യസിച്ചിരുന്നില്ല. അത് കഴിഞ്ഞ് കുറെ വർഷങ്ങൾക്ക് ശേഷം തൃശ്ശൂരിലെ രവി വർമ്മ എന്ന് പറഞ്ഞ ഗുരുനാഥന്റെ അടുത്ത് ഐഡിയ സ്റ്റാർസ് വരുന്നതിനൊക്കെ മുമ്പ് അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പാട്ട് പഠിക്കും. പിന്നെ അദ്ദേഹം തന്നെ പ്രോഗ്രാമിന് കൊണ്ടുപോകാറുണ്ട്, ഗാനമേളയും ഭക്തി ഗാനമേളയും ഉണ്ടാകുമ്പോൾ അദ്ദേഹം കൊണ്ടുപോകും. അപ്പൊ ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം, അതായത് ശാസ്ത്രീയമായിട്ട് സംഗീതം അഭ്യസിക്കാണ്ടിരുന്ന സമയത്തും പാടിയിരുന്നു, അതിനുശേഷവും പാടിയിരുന്നു. അപ്പൊ തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, സന്നിധാനന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിംഗറിന് ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം അതെന്താ വെച്ചാൽ അത് പിന്നെ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്ത് പാട്ട് റേഡിയോയിൽ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ ടൈപ്പ് റെക്കോർഡർ കേൾക്കുമ്പോഴും നമ്മൾ അത് കേൾക്കും, അത് പഠിക്കും. നീരാടുവ നിളയിൽ നീരാടുവാൻ എന്ന പാട്ട് നമ്മൾ കേൾക്കും, അത് പാടും. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു ഭാവം, നീ എൻ്റെ വൈകി വന്നു പൂത്തിങ്കളേ എന്നൊക്കെ പാടുമ്പോൾ നമ്മൾ എന്ത് ശബ്ദമാണ് കൊടുക്കേണ്ടത്, അതെങ്ങനെയാണ് അതിൻ്റെ ഫീല്, പിന്നെ അതിൻ്റെ ശ്രുതി തെറ്റാതെ. ഇപ്പോൾ സാധാരണ ഇപ്പോൾ സി എന്ന് പറയുന്ന ശ്രുതി അല്ലാണ്ട് നമുക്ക് ഇത്തിരി കൂടി ഉയർത്തി പാടിയാൽ ഇപ്പോൾ ഡി എന്ന പിച്ചിലേക്ക് നമുക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ അതെങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അറിയാനും കൂടുതൽ പഠിക്കാനും കൂടുതൽ പാട്ട് കേൾക്കുന്ന രീതി മാറാനും തുടങ്ങിയത് പാട്ട് പഠിക്കാൻ തുടങ്ങി. അതാണ് വ്യത്യാസം. സന്നിധാനന്ദന്റെ ഒരു സോങ് ഞങ്ങള് UAE-ക്കാര് ആഘോഷിച്ചിട്ടുണ്ട്. അയ്യോ, കാരണം എല്ലാം കൊണ്ടും കുട്ടമ്പള്ളിയുടെ ശിവരാത്രി UAE-ക്കാരുടെ ഒരു സിനിമ അറിയാം. ഡയറക്ടർ ജോൺ ആണ്, അതുപോലെ അതിന്റെ എഡിറ്റർ സിബീഷ് ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അറിയുന്ന ആൾക്കാർ ഇവിടെ തന്നെയാണ്. ഇവിടുത്തെ ഒരുപാട് പാടിയത് തന്നെ RJ ആയിട്ടുള്ള, ഒപ്പം നിങ്ങളൊക്കെ ഒരുപാട് ചിലപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോ നിമ്മിയാണ്. ഞാനിപ്പോ ഇന്നലെ ആ പാട്ടുകാരിയെ ആ പാട്ടിനെ കുറിച്ചും അത് പാടിയ വ്യക്തിയെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അന്ന് ആ പാട്ട് എന്നോട് അതിന്റെ മ്യൂസിക് ഡയറക്ടർ വന്നിട്ട് സൈനോരയാണ്.
സൈനോറിയാണ് മ്യൂസിക് ഡയറക്ടർ. ഒരു മിനിറ്റ്, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ 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 ഹലോ, വെൽക്കം ടു ടോക്ക് ഓഫ് ദ ടൗൺ. ആരാണ്? നമസ്കാരം. നമസ്കാരം. ആരാ സംസാരിക്കണേ? ഞാൻ രാജീവ് പിള്ള എന്ന് പറയും. രാജീവ് പിള്ള. നമസിന്റെ ഫൗണ്ടർ പ്രസിഡന്റ് ആണ്. ഓക്കെ ഓക്കെ. വെൽക്കം ടു ടോക്ക് ഓഫ് ദി ടൗൺ. ആ പറഞ്ഞോളൂ. ഒരുപാട് സന്തോഷം. നാളെ പ്രോഗ്രാം ഒക്കെ ഫുൾ വൈബിലാണ് അല്ലേ? ഞങ്ങളിപ്പോ ഈ വെന്യൂലാണ്. വെന്യൂ സെറ്റപ്പ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു ഘടകമാണല്ലോ അത് നടന്നുകൊണ്ടിരിക്കുക. അതെ. നാളെ സന്നിധാനന്ദന് ഇവിടെ പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടികളാണ്. അതിന്റെ ചെറിയൊരു സാമ്പിൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. നമസ്കാരം കേട്ടോ. മനസ്സിലായി. പ്രോഗ്രാം കാണുന്നുണ്ടോ? പ്രോഗ്രാമേ ഇവിടെ ആയതുകൊണ്ട് കാണാൻ പറ്റില്ല. ഇനിയിപ്പോ അത് കാണാം, ഹൈലൈറ്റ്സ് കാണാം. അതെ അതെ, തീർച്ചയായും. ഞങ്ങൾ വെന്യൂലാണ്. അതെ. ഓക്കെ. ഇവിടെ സന്നിധാനന്ദുണ്ട്, സംസാരിക്കും. നമസ്കാരം രാജീവേട്ടാ. നമസ്കാരം സന്നിധാനം. അപ്പൊ സന്നിധാനം നമ്മുടെ ആളാണ്. നമ്മൾ സന്നിധാനത്തിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. കാരണം അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മളെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ബിനു നേരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, പരിപാടികളൊക്കെ ഞാൻ പോകുന്നില്ല. അപ്പൊ ഞങ്ങളെല്ലാം കൂടെ ഈ ഒരു പോള് തന്നെ ഇട്ടിരുന്നു. ആര് വേണം നമസിന്റെ ഈ വർഷത്തെ ഓണം പരിപാടി ഗംഭീരമാക്കാൻ എന്നൊക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞ ഒരു പേര് സന്നിധാനം എന്നാണ്. സന്നിധാനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്നിധാനം നല്ല ദൈവഭക്തിയുള്ള ഒരാള്, ഗുരുഭക്തിയുള്ള ഒരാൾ, വളരെ വിനയാന്വിതനായ നല്ലൊരു സിംഗറാണ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും സമ്മതനായ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാൾ ഐഡിയ സിംഗർ കാര്യം. അതുകൊണ്ടാണ് സന്നിധാനത്തിനെ ഞങ്ങൾ തെരഞ്ഞെടുത്തത്. മാത്രമല്ല അത്രയും ഡൗൺ ടു എർത്ത് ആണ്. കാരണം ഞങ്ങൾ കണ്ടു പരിചയപ്പെട്ടു. അത്രയും കുറെ നാളുകൾക്ക് ബന്ധമുള്ള പോലെയാണ് സംസാരിക്കുന്നത്. അപ്പൊ എല്ലാവരും നമ്മള് നാളെ എല്ലാവരെയും വരാൻ നമുക്ക് ക്ഷണിക്കാൻ പറ്റുന്നില്ല. കാരണം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതിനൊരു ഒരു പാസ് വെച്ച് സന്നിധാനത്തെ പോലുള്ള ഒരാൾ വരും. ഒരുപാട് ആളുകൾ ചോദിക്കുകയാണ് ഞങ്ങൾ വരട്ടെ. ഒരു പാസ് റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും വരാം. പിന്നെ UBL നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ഹാർദവമായിട്ട് ക്ഷണിക്കാം. ഞാൻ കുറച്ചു മുമ്പ് സംസാരിച്ചുള്ള അദ്ദേഹത്തിനെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് ഗസ്റ്റ് ആയിട്ട് തന്നെ. നിങ്ങളും എല്ലാം എത്തണം. എന്തായാലും വന്നിരിക്കും. പരിപാടി ഉഷാറാവട്ടെ, അടിപൊളിയാവട്ടെ. ഉഷാറാവണം. തീർച്ചയായും അവിടെ പരിപാടികൾ ഉഷാറായിക്കോട്ടെ. ഓക്കെ, എല്ലാവിധ ഭാവങ്ങളും ആശംസകളും. ശരി. താങ്ക് യു സാർ. താങ്ക് യു. ഇപ്പൊ ആള് പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആള് ഗസ്റ്റ് ആയിട്ട് വരേണ്ടത്. അപ്പൊ നമ്മുടെ സ്കൂളിൽ ഒരു മലയാളം മാഷുണ്ട്. മാഷിന്റെ അടുത്ത് പറഞ്ഞു ഇത്രയും വിനയത്തിന്റെ അങ്ങ് എപ്പിറ്റമാണ്. ഇതിനപ്പുറത്തേക്ക് ഒരാളെ പറയാനില്ല. റാസിൽ ഖൈമയിൽ ഒരുമിച്ച് പരിപാടി ചെയ്തിരുന്നു. അപ്പൊ എനിക്കൊരു ആശ്വാസമായി. അറിയാം. അല്ലെ, മലയാളം അധ്യാപകൻ എന്ന് പറയുമ്പോൾ ഞാനും തൃശ്ശൂർ കേരള കോളേജില് BA മലയാളമായിരുന്നു. അതുകൊണ്ടായിരിക്കാം എങ്ങനെ ഒരു വൈബ് സെറ്റ് ആയിട്ടുണ്ടാവും. ഒരുമിച്ച് റാസിൽ ഖൈമയിൽ പ്രോഗ്രാം ചെയ്തിരുന്നു മുന്നേ. അപ്പൊ ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരാള് അല്ല അത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരാള് നിങ്ങളുടെ ഗസ്റ്റ് ആയിട്ട് വരുന്നതിൽ എനിക്ക് സന്തോഷം. സാറിന്റെ അടുത്ത് ഇങ്ങോട്ട് പറയായിരുന്നു. എന്തായാലും അദ്ദേഹത്തിലൂടെ എന്റെ അന്വേഷണം അറിയിക്കണം. അദ്ദേഹം ഒരു പ്രഭാഷകനും കൂടിയാണ്, എഴുത്തുകാരനാണ്. മുന്നേ ലൈബ്രറിയനായിട്ട് വർക്ക് ചെയ്യാൻ ലൈബ്രറിയനായിരുന്നു. എന്റെ തയ്യൂർ ഗ്രാമീണ വായനശാലയില് 8ാം ക്ലാസ് മുതൽ പിന്നീട് 2007 ഐഡിയ സ്റ്റാർ സിംഗർ വരെ ലൈബ്രറി ഒരുപാട് വായിച്ചിരുന്ന പുസ്തകം വായനയുണ്ട്. പിന്നെ കുറച്ച് കവിതയും ഇപ്പോഴും വായിക്കാറുണ്ട്. പാട്ടെഴുത്തും അങ്ങനെയൊക്കെ ആയിട്ട് വായിച്ചിങ്ങനെ പോണു. അത് നമുക്ക് ആ ചക്കപ്പാട്ടൊന്ന് കേൾക്കാം. അപ്പൊ ആ ചക്കപ്പാട്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ പാട്ട് എന്നോട് സൈനോര പറഞ്ഞു. സൈനോരയാണ് അതിന്റെ മ്യൂസിക് ഡയറക്ടർ. സൈനോര പറഞ്ഞു സന്നി പാടുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഒരു RJ ആണ് പാടുന്നത്. ആണല്ലേ? ശരി. RJ അവരൊക്കെ പാടുമോ? അതെന്താ അങ്ങനെ? അല്ല, നമ്മളിപ്പോഴും ഒരു പാട്ട് പാടുമ്പോൾ നാളെ ഇപ്പൊ സൈനോര ഇന്ന് പാട്ട് എന്നെ പാടാൻ വിളിച്ചു, 2 ദിവസം വിളിച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, 2 ദിവസം ഞാൻ മിണ്ടാണ്ടിരിക്കും, ശ്രുതി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും, അതിന് കേട്ടോ. പിന്നെ അന്ന് ഭക്ഷണം ഒക്കെ കഴിക്കലൊക്കെ കൺട്രോൾഡ് ആണ്. അപ്പൊ ഈ RJ എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവർക്കും നമസ്കാരം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ അങ്ങനെ ഒരാള് പാടുന്ന പറഞ്ഞ പാട്ട് ഞാൻ പാടി കഴിഞ്ഞു. അത് അതിന്റെ ഫീമെയിൽ വോയിസ് നിമ്മി പാടി കഴിഞ്ഞു. സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ എൻ്റെ ബോധം പോയി. ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ടല്ലോ. എൻ്റെ ഒപ്പം ഞങ്ങൾ 2ആളും കട്ടയ്ക്ക് നിന്ന് പാടിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പാട്ട്. ഓ പ്ലാത്തൂര ശിവന്റെ അമ്പലത്തിന്റെ അടുത്തുള്ള വീട് പ്ലാഞ്ചോട്ടിൽ കുട്ടം വെള്ളൻ ശകുന്തള നാട്ടിലെ പോലീസ്
ശകുന്തളേട്ടു പിള്ളയ്ക്ക് പന പോലെ മക്കള് 3 പക്ഷേ പിള്ളേരേക്കാൾ പിള്ളേ കിട്ടും പറമ്പിലെ വരിക പ്ലാവ്. ഒരുപാട് വേരിയേഷൻസ് ഉണ്ട് ഈ അതെ song. അതെ തന്നെ ഈ പിന്നെ അതിന്റെ ഒരു പല്ലവി അതെ അതെ അതെന്താ വെച്ചാൽ ഈ കൊറോണ കാലത്ത് മലയാളികളല്ല ഒരുവിധം എല്ലാവരും രക്ഷിച്ചത് ചക്കയും ചക്കക്കാലം. അപ്പൊ അതെ ചക്കോണ്ട് പായസം, ചക്കോണ്ട് എരിശ്ശേരി, ചക്കോണ്ട് YouTube ഉപ്പേരി, തുറക്കാൻ ചക്കോണ്ട് പുഴുക്ക്, ചക്കോണ്ട് ചോറടങ്ങി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ചക്ക, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ആ കാലം അപ്പൊ അതിലെ വേറൊരു വരി അതിങ്ങനെ കൊണ്ടുവന്നേക്കുമ്പോ ഇന്നെന്തുട്ടാ ഇന്ന് ചക്ക, അപ്പൊ ഇന്നലെയും ചക്ക അതെന്ന് പറയും വയസ്സു. അപ്പൊ ഞാൻ പറയാം ചക്ക പുഴുക്ക് വരട്ടി എലിചേരി അവിയല് കൊണ്ടാട്ടം ചക്കത്തോരൻ, ചക്കപ്പുഴുക്ക് വരട്ടി എലിചേരി അവിയല് കൊണ്ടാട്ടം ചക്കത്തോരൻ. ഓബ്ലാത്തൂര് ശിവന്റെ അമ്പലത്തിന്റെ അടുത്തുള്ള വീട് പ്ലാഞ്ചോട്, ആ പ്ലാഞ്ചോട്ടിൽ കുട്ടം പിള്ള ശകുന്തള നാട്ടിലെ പോലീസ്. അത് എന്നിട്ട് യാദൃശ്യ ഇന്നലെ പറഞ്ഞ ഒരാളെ ഇന്ന് ഇവിടെ കണ്ടപ്പോഴേ ഭയങ്കര സന്തോഷമായി. യാദൃശ്യ ഇവിടെ കാണുകയുണ്ടായി. കോൺഫിഡൻസ് ആയി. എനിക്ക് കിട്ടിയ പാട്ടുകളിൽ നല്ല പാട്ടുകളിൽ ഒരു പാട്ട് കൂടിയാണ്. ഒരുപാട് നല്ല പാട്ടുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ജഗമേ തന്തിരത്തിലത്തെ അതൊരു വല്ലാത്തൊരു ഫീലുള്ള സന്തോഷ് നാരായണൻ. അതെ, സന്തോഷ് നാരായണൻ സാർ. അത് ഈ കൊറോണ കാലത്ത് കിട്ടിയ ഒരു ആശ്വാസമൊക്കെ ആയിരുന്നു പാട്ട്. അതായത് ഒരു ഡെത്ത് സോങ്. ഓ അയ്യോ അപ്പുടേ നൂറേളു നിണ്ടിപ്പോയാ മിണ്ടിപ്പോയ മാക്കമേറങ്കം കോട്ടേ മികിളിന്തയ്യാ ഓ മാട്ടൈന പറഞ്ഞിട്ടുള്ള ഭയങ്കര ഹൈ പിച്ച് പാട്ടാണ്. അതിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കുറെ എല്ലാം ഉണ്ട്. അതായത് നമ്മുടെ കേരളത്തില് ആ ഒരു സംഭവം ഉണ്ട്. കാരണം ഈ ഒരു മതവിഭാഗത്തിലുള്ളവര് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കൊട്ടും പാട്ടൊക്കെ ആയിട്ടാണ് ശവസംസ്കാരത്തിലേക്ക് കൊണ്ടുപോകുക. ഇതിന്റെ വേറൊരു യഥാർത്ഥ വെർഷൻ നടക്കുന്നത് തമിഴ്നാട്ടിലാണ്. അപ്പൊ അത് തന്നെ അപ്പാടെ എടുത്തിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ആ പാട്ട് സീനിലുള്ളത്. ഇതിൽ തന്നെ സന്നിധാനത്തിനെ സംബന്ധിച്ച് കുറെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഭക്തി ഇതൊക്കെ നിറഞ്ഞൊരു ലൈഫായിരുന്നു, ജീവിതമായിരുന്നു. ഈ ഒരു ലൈഫ് പിന്നീട് വന്ന സംഗീതത്തിന് അതിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല. അതെല്ലാം എന്റെ സംഗീതം അല്ല അതിന് അതായത് പോസിറ്റീവായിട്ടുള്ള തന്നെ എനിക്ക് ഭവിച്ചിട്ടില്ല. പിന്നെ എന്താ വെച്ചാൽ നമ്മള് ഓരോ പാട്ടുകൾ എല്ലാ തരത്തിലുള്ള ഇപ്പൊ ബാവുൽ മ്യൂസിക് ആണെങ്കിലും ഗസലാണെങ്കിലും ക്ലാസിക്കലാണെങ്കിലും എല്ലാ ഫോക്ക്, അതിപ്പോൾ തമിഴ്നാട്ടിലെ ഫോക്ക്, അതുപോലെ കേരളത്തിലെ ഫോക്ക്, രാജസ്ഥാനി ഫോക്ക്, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഫോക്ക് മ്യൂസിക്കും കേൾക്കും. എല്ലാ തരത്തിലുള്ള പാട്ടും ഫോക്ക് ഒരുപാട് സ്വാധീനം. അതെ അതെ അതെ. അപ്പോ ഒരു ഭാഗ്യം. കലാഭവൻ മണി സാർ ഒരു തവണ ഇമിറ്റേറ്റ് ചെയ്തിട്ട് എന്നെ ഏറ്റവും ആദ്യം ഇമിറ്റേറ്റ് ചെയ്തത് മണിച്ചേട്ടനാണ്. സത്യം പറഞ്ഞാൽ മണിച്ചേട്ടനോട് ഒരു വല്ലാത്തൊരു ഇഷ്ടം. നാടൻപാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം നാടൻപാട്ട് കേൾക്കുമ്പോ തന്നെ മുമ്പായി കൊച്ചാണ്ട് പാണം കത്തണം വായല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണമ്മ അച്ഛൻ വന്നില്ലേ അമ്മ അത്തായം എന്തില്ലേ അത്തായം കുച്ചാണ്ട് പാണം കത്തണമ്മ കണ്ണെഴുതിയിട്ട് പൊട്ടു കുത്തിയിട്ട് പുള്ളി കുത്തിയിട്ട് ദൈവേ കണ്ണാടി ഉണ്ടോ നോക്കാൻ എന്നൊക്കെ മണിച്ചേട്ടൻ ഇങ്ങനെ എല്ലാം തുറന്നിങ്ങനെ പാടുമ്പോൾ നമ്മുടെ ഹൃദയം അങ്ങ് വല്ലാണ്ട് ആയിപ്പോവും. അതായത് ഓണക്കാലമായി മണിച്ചേട്ടൻ വല്ലാണ്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എനിക്ക്. മണിച്ചേട്ടൻ്റെ പാട്ടുകളും മണിച്ചേട്ടൻ്റെ ജീവിത രീതിയും. എൻ്റെ വീട് തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ നിന്ന് കുറേ അങ്ങ് പോയാലാണ് ചാലക്കുടി എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇതൊക്കെ കാണാൻ ഈശ്വര ഇദ്ദേഹം ഭയങ്കര ചാലക്കുടിയിലെ ഭയങ്കര സംഭവം നാട് ഭയങ്കര. അവിടെ പുള്ളിക്കാരൻ തന്നെ വലിയ വലിയ ക്രിസ്മസ് ആഘോഷം നടത്തും. പുള്ളിക്കാരൻ അതുപോലെ ഓണാഘോഷം നടത്തും. ഓണത്തിന് കുറെ ആൾക്കാരെ സഹായിക്കും. അതിൽ മണ്ഡലകാലമായ ആള് ശബരിമലയ്ക്ക് പോകും. അവിടെ അയ്യപ്പൻ വിളക്ക് നടത്തും. ഗംഭീരമായിട്ടുള്ള ഒരു ലൈഫാണ്. അതെ, എങ്ങനെ ഇദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നു എപ്പോഴും ഓർക്കാറുണ്ട്. അപ്പം ഓണമായ ഏഷ്യാനെറ്റിലൊക്കെ പുള്ളിക്കാരൻ്റെ ഓണപരിപാടി കാണാനായിട്ട് നമ്മൾ അപ്പുറത്തെ വീട്ടിൽ പോയിരിക്കും. നമ്മുടെ എൻ്റെ വീട്ടിൽ TV വരുന്നത് 2007 ഞാൻ 2007 ഐഡിയ സ്റ്റാർ സിംഗറിൽ പാടുമ്പോഴും എൻ്റെ വീട്ടിൽ അന്ന് TV ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ഓണക്കാലം കഴിഞ്ഞ്
കുറേ കഴിഞ്ഞപ്പോഴാണ് TV ഒക്കെ മേടിക്കുന്നത്. അപ്പം മണിച്ചേട്ടൻ മോളേനെ മടിയിലിരുത്തിയിട്ട് ഒരു പാട്ട് പാടും. പൂവാടി പെണ്ണേ പൂവാടി പെണ്ണേ അച്ഛനെ കാണാൻ പൂവാടി പെണ്ണേ അച്ചപ്പം കൊയിലപ്പം വട്ടപ്പം ചുട്ട് അച്ഛനെ കാണാൻ പൂവാടി പെണ്ണേ പൂവാടി പെണ്ണേ പൂവാടി പെണ്ണേ അച്ഛനെ കാണാൻ പൂവാടി പെണ്ണേ അച്ചപ്പം കൊള്ളപ്പം വട്ടപ്പം ചുട്ട് അച്ഛനെ കാണാൻ പൂവാടി പെണ്ണേ. അദ്ദേഹം ഇങ്ങനെ പാടുന്ന അങ്ങനെ പാടി തന്ന് ആ പാട്ട് കേൾക്കുകയും ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന ഒരാളാണ് എന്നെ ഏറ്റവും ആദ്യം ഇമിറ്റേറ്റ് ചെയ്തതും. അതും കഴിഞ്ഞ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എനിക്ക് ആദ്യം ഞാൻ മണിച്ചേട്ടന്റെ പടത്തിലെ പാടിയത്. രണ്ടാമത് പാടിയതും രണ്ടാമത് പാടിയതും മണിച്ചേട്ടന്റെ പടം. മൂന്നാമത് പാടിയത് മണിച്ചേട്ടന്റെ പടം. 3 പടം. ഒന്ന് സ്വർണം, പിന്നെ പുള്ളിമാൻ, പിന്നെ അണ്ണാറക്കണ്ണൻ തന്നാലായത് എന്ന് പറഞ്ഞ പടത്തില. അപ്പൊ ആദ്യം സ്വർണം എന്ന് പറഞ്ഞ സിനിമയില് മോഹൻ സിതാര സാറിന്റെ ഒരു കീഴിലൊരു 2 വരി പാടിയിട്ടാണ് തുടക്കം കുറിക്കുന്നത്. പക്ഷെ എനിക്കൊരു ഫുൾ സോങ് തന്നത് ഐഡിയ സ്റ്റാർ സിംഗറിൽ ഉണ്ടായിരുന്ന ജഡ്ജ് നമ്മുടെ സ്വന്തം ശരത് സാറാണ്. മച്ചാനഴകിയ മന്നാരി മല്ലിക മല്ലിക ചൂടവളെ വട്ടം കുരുതി കഴിച്ചവളെ രാമൻ കാലം കഴിഞ്ഞവളെ രാമ ഓ രാമ രാമ ഓ രാമ കളിയരങ്ങിലൊരു ചിറിയരങ്ങിലൊരു മണി മുഴങ്ങി നാട്ടുകൂട്ട കാതിലേക്ക് 4 ദിക്കും കണ്ണിലേക്ക് കുറവനെത്തി കുറത്തിയെത്തി കൂത്താടി കൂട്ടവുമെത്തി. പാടിപ്പിച്ചത് എങ്ങനെ പാടിപ്പിച്ചെടുത്തു എനിക്ക് ഇപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ട്. പുള്ളിമാനാണോ? പുള്ളിമാൻ പറഞ്ഞ മണിച്ചേട്ടൻ. പിന്നെ 3ാമതോളം മണിച്ചേട്ടൻ്റെ തന്നെ അണ്ണാറക്കണ്ണൻ തന്നാലായെന്ന് പറഞ്ഞു. പൂത്താങ്കിരി എന്നൊക്കെ പറഞ്ഞുള്ളത്. ഈ തങ്കലാനിലേക്കുള്ള എൻട്രി എങ്ങനെയാണ്? എനിക്ക് റീസെന്റ് എനിക്ക് എന്താ പറയാ, എനിക്കറിയണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ മറ്റേ ഇൻസ്റ്റ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു ഇത് കണ്ടിരുന്നത്. ഞാൻ വിക്കിപീഡിയ സെർച്ച് ചെയ്തപ്പോഴും ഇതിലില്ല. പക്ഷെ ആ ഇൻസ്റ്റയിലുണ്ട് തങ്കലാൻ. ഞാൻ നോക്കി ആ പാട്ടിനെ കുറിച്ചിട്ട്. അത് എങ്ങനെയാ GV പ്രകാശ് അദ്ദേഹമാണ് അതിന്റെ മ്യൂസിക്. അദ്ദേഹത്തിന്റെ പ്രോഗ്രാമർ മലയാളിയാണ്. അപ്പൊ എനിക്ക് ചാൻസ് വന്നത് ഐഡിയ സ്റ്റാർ സിംഗറിൽ തന്നെ പിന്നീട് വന്ന സുധീഷ് ചാലക്കുടി അദ്ദേഹമാണ് എന്നെ ഇങ്ങനെ ഒരു പാട്ടുണ്ട് സണ്ണി ചേട്ടാ പടമുണ്ട് പാട്ടെന്ന് പറഞ്ഞില്ല. അങ്ങനെ അതിപ്പോൾ GV പ്രകാശ് ആണെന്നൊന്നും എനിക്കറിയില്ല. നമ്മള് എല്ലാ സിനിമയുടെ പോസ്റ്റർ FBയിലും ഇൻസ്റ്റയിലൊക്കെ കാണുന്നത് പോലെ നമ്മളത് കാണുന്നു, അത് വിടുന്നു. അപ്പൊ ഏത് സിനിമയിലെ പോസ്റ്റർ കാണുമ്പോഴും ദൈവമേ ഇതിലൊരു പാട്ട് പാടാൻ. അപ്പോൾ വിജയുടെ പടമാണെങ്കിലും റഹ്മാൻ സാറാണെങ്കിലും പാടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കും. അത് നടക്കാൻ വേണ്ടിയിട്ടല്ല, അത് അതെ. അപ്പൊ അങ്ങനെ എല്ലാ പടത്തിന്റെ പോസ്റ്റേഴ്സ് കാണുമ്പോഴും നമ്മൾ അതിന്റെ മ്യൂസിക് ഡയറക്ടർ ആരാണ് നമ്മൾ നോക്കുന്നത്, അല്ലാതെ. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ തങ്കലാൻ എന്ന് പറയുന്ന സിനിമയുടെ പോസ്റ്ററും ഞാൻ കണ്ടിട്ടുണ്ട്, വിക്രം സാറ് അദ്ദേഹത്തിന്റെ. അപ്പം അത് കണ്ടു, അത് വിട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ചെന്നപ്പോഴാണ് മ്യൂസിക് ഡയറക്ടർ GV പ്രകാശ്. അപ്പോഴും ഞാൻ ആ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ട് GV പ്രകാശ്. ലാസ്റ്റ് ഏറുമ്പോ ഒന്നേയും കൂടെ കൂട്ടിപ്പിട്ടി എന്ന് പറഞ്ഞാൽ GV പ്രകാശാണ്. ചിക്ക് ബുക്ക് റെയിലിൽ ആ കുട്ടി പാടിയിട്ടുള്ളത് GV പ്രകാശാണ്. ഒരുപാട് കുട്ടി നമ്മള് പണ്ട് കുഞ്ഞുനാളില് ഡാൻസ് ചെയ്തിട്ടുണ്ട്, ചിക്ക് ബുക്ക് ഒരുപാട് റഹ്മാന്റെ പാടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ചെന്നു, അത് അതിൻ്റെ കേൾക്കുന്നു, പാട്ടിൻ്റെ ട്രാക്ക് കേൾക്കുന്നു, അത് നമ്മൾ പാടുമ്പോഴും അത് ഓക്കെ ആവുമെന്ന് നമുക്കറിയില്ല. നമ്മൾ കുറേ വെയിറ്റ് ചെയ്യണം, കുറേ സജഷൻസ് ഉണ്ടാവും, ഓരോരുത്തരും ഓരോ അവിടുത്തെ പ്രൊഡക്ഷൻ കുറേ സജഷൻസ് പറയും. അപ്പം അതെല്ലാം നമ്മൾ കേട്ടു, അതെല്ലാം വീണ്ടും പാടും. അത് കഴിഞ്ഞ് അതിൻ്റെ ഒറിജിനൽ മ്യൂസിക് ഡയറക്ടർക്ക് പാട്ട് അശ്വിൻ എന്ന് പറഞ്ഞ ആള് അയച്ചു കൊടുത്തു. ചോദിച്ചപ്പോൾ അശ്വിന്റെ മുഖം ഇങ്ങനെ വിവരണമാവുന്നതുണ്ടോ, ദൈവമേ രക്ഷപ്പെട്ടു. ആള് പറഞ്ഞു ഇത് സെമ്മ പാടിയിട്ടിരിക്കെ. അതിൻ്റെ അതായത് കേരളത്തിൽ നിന്ന് ഇത്രയും നല്ലൊരു രീതിയിലുള്ള ഒരു ആൾ ഉദ്ദേശിച്ച അതേ ടോണ് തന്നെ കിട്ടിയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ തമിഴിൽ പറയണ്ടാവും. നമ്മൾ തമിഴ് പാട്ട് പാടുക എന്നല്ലാണ്ട് തമിഴ് സംസാരിക്കുന്ന കാര്യത്തിൽ വളരെ പിന്നാക്കമാണ്. അതെ, കിഴക്ക് വെളുത്തു വന്നേ ഈ മാനം പൂത്തു നിന്നേ കണ്ട് കാത്തുനിന്ന് കനവും ഫലിച്ചേ പെണ്ണേ
പൊന്നായ നെല്ലുമണികൾ നന്നായി വിളഞ്ഞു വന്നേ, കണ്ണാടി വളയിളക്കി തന്നെ നന്നാനേ, അടിയെ താനേ നന്നാനേ, കതിരറുക്ക് കതിരറുക്ക് ഉസിരോടെ താനേ തന്നാനേ, താനേ തന്നാനേ, താനേ തന്നാനേ, താനേ തന്നാനേ. അത് കഴിഞ്ഞിട്ടത് അത് അതിലില്ല. പക്ഷെ ആ ഒരു സീക്വൻസ് ഉണ്ട് ഞാൻ കണ്ടിരുന്നു അതിന്റെ. ദുബായിലൊക്കെ നല്ലോണം ആ പാട്ട് കേട്ട് എന്നെ പരിചയമുള്ളവരൊക്കെ പടം കണ്ടിട്ട് എനിക്ക് ഫേസ്ബുക്കിലൊക്കെ പറയുണ്ടായി, കമന്റ് ചെയ്യുണ്ടായി. ഞാൻ പിന്നെ കണ്ടിട്ടുള്ളത് ഒരു ഗോപി സുന്ദറിന്റെ ഒരു മനോഹരമായ ഒരു സമയം, അതിൽ ആ ശരണവിളി ഉണ്ട്. കൊറോണക്കാലത്ത് ഞാൻ ഭയങ്കര ഒരു എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ച, കൊറോണ പിന്നിടുന്നത് 2 വർഷമാണ്. പക്ഷെ ആ ആദ്യം ലോക്ക്ഡൗൺ ആവുന്നു എന്ന് പറയുന്നത് തൊട്ടാണ് നമ്മുടെ ദൈവമേ മുന്നിൽ ഭയങ്കര ഇരുട്ടാണല്ലോ എന്നുള്ള തോന്നല്. പിന്നെ ആ ഇരുട്ടിനെ മാറ്റുന്നത് സംഗീതമാണ്. ഓരോ പാട്ട് ആ സമയത്ത് ഞാൻ ആ സമയത്ത് കുറച്ച് നമുക്ക് സ്റ്റുഡിയോകളിലെല്ലാം പോകാൻ പറ്റും എന്ന് പറഞ്ഞാൽ സാനിറ്റൈസർ അന്നത്തെ തോക്ക് എന്ന് പറഞ്ഞാൽ സാനിറ്റൈസറായിരുന്നു. അപ്പൊ ഈ സാധനം ഇതിങ്ങനെ മെല്ലെ എടുക്കും, സ്റ്റുഡിയോയിൽ പോവും, സൗണ്ട് എഞ്ചിനീയർ അങ്ങോട്ട് പോയാൽ വാതിലടച്ച ആ മറ്റേ ഫൈബർ ഇതിന്റെ മേളിൽ ഈ സാധനം അടിക്കും. എന്നിട്ട് ധൈര്യമായിട്ട് പാട്ട് പാടും. എന്നിട്ട് വീട്ടിൽ 2 തവണയൊക്കെ കുളിക്കും. ഫുള്ള് അന്ന് ഈ സ്കിന്നൊക്കെ ഇൻഫെക്ഷൻ ആയി. എവിടെ നോക്കിയാലും ഈ സാനിറ്റൈസർ തേച്ചിട്ട് കുളിയേക്കാൾ പ്രധാനം സാനിറ്റൈസർ ആയിരുന്ന ഒരു കാലത്ത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗോപി സുന്ദർ അദ്ദേഹം വിളിച്ചിട്ട് സന്നി ഇങ്ങനെ ഒരു പാട്ട് BK ഹരിനാരായണൻ എഴുതിയിട്ടുണ്ട്, ഞാനത് കമ്പോസ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് പാടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പാടാനായിട്ട് ചെന്നപ്പോൾ ഞാൻ കരഞ്ഞു പോയി സത്യത്തിൽ. കാരണം അതിലൊരു വരിയിൽ ആ പാട്ട് മുഴുവൻ എൻ്റെ ജീവിതമാണ് അതിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ പിന്നീട് നമ്മുടെ പേരും കൂടെ അതിൽ പറയുമ്പോൾ അത് വല്ലാത്തൊരു ഫീലായിപ്പോയി. ഞാൻ കരഞ്ഞുപോയി. ഞാൻ വല്ലാത്തൊരു ഫീലായി. എനിക്ക് കിട്ടിയ കൊറോണക്കാലത്തെ ഒരു ജീവിതം ഇനിയും ഒരുപാട് മുന്നോട്ടുണ്ട്, വിഷമിക്കേണ്ട എന്ന് ആരോ വന്ന് പറയുന്നത് പോലെയാണ് ഞാൻ അതിനെ കണ്ടത്. അച്ഛൻ്റെ കയ്യും പിടിച്ച് അടിയും വെച്ച് അയ്യപ്പ സന്നിധാനന്ദൻ ഇവനൊരു ശരണമിവിടെ നീയല്ലയോ ഒരു പാട്ടാണ്. അതിൽ അഭിനയിച്ചേക്കുന്നതും അതെ ഒരു രാവിലെ 3 മണിക്കാണ് അത് അതിന്റെ ഷൂട്ട് തുടങ്ങുന്നത്. മലയിൽ തന്നെയാണ് അവിടെ ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു അത്. പിന്നെ നമ്മൾ റീസെന്റ് ഒരു പരാമർശം കണ്ടിരുന്നു, ഈ മുടി നീട്ടി വളർത്തുന്നവരൊക്കെ ഒരു കോമാളികളാണ്, കുളിക്കാത്തവരാണ്, മനസ്സിലാത്തവരാണ്. അത് സത്യത്തിൽ ആ ചോദ്യം നല്ലതാണ്. അതായത് അത് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു കാര്യമാണ് ആ കാര്യം. നമ്മള് സത്യഭാമ കാലഘട്ടത്തിൽ അതെന്താ വെച്ചാൽ അവരുടെ ഒരു സംസ്കാരം എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അത് ഞാൻ ആദ്യം അത് കേട്ടു, ആദ്യം അത് കണ്ടപ്പോൾ ഞാനത് വായിച്ചു. പിന്നെ എനിക്ക് ഓരോരുത്തരത് അയച്ചു തരാൻ തുടങ്ങി. അപ്പോൾ കുറച്ചും കൂടെ ഒരു മാക്സിമം ഒരു 5-10 മിനിറ്റ് ആയപ്പോഴേക്കും പിന്നെ അത് വീട്ടിൽ വൈഫ് അറിഞ്ഞു. വൈഫ് അതിന് ഭയങ്കര ഫീലായിപ്പോയി. അപ്പോൾ അതെന്ന് വെച്ചാൽ ഞങ്ങൾ നമ്മളെ പറഞ്ഞാൽ അത് കുഴപ്പമില്ല, നമ്മുടെ വീട്ടിലുള്ളവരെ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ പബ്ലിക് പ്രോപ്പർട്ടിയാണ് എന്നാണ് എല്ലാവരുടെയും ഒരു ധാരണ. അതങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമില്ല, അങ്ങനെ തന്നെ വേണം. പക്ഷെ അത് ആ വ്യക്തിയെ പറയാം, എന്തെങ്കിലും അത് പറയാതിരിക്കുക. പറയുന്നത് അവരുടെ സംസ്കാരം, അത് അവരവരുടെ കാഴ്ചപ്പാടും അവരുടെ ജീവിത രീതിയും അവർ പറയുന്നു, അത് ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ അത് ആ വ്യക്തിയെ വിട്ട് ആളുടെ വീട്ടുകാരെയും കൂടെ പറയുക എന്ന് പറയുന്നതാണ് നമുക്കൊരു പ്രശ്നം. അപ്പൊ പിന്നെ അതിനൊരു ടൂളാക്കി ഞാൻ മാറ്റി. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് 1-2 ഇൻബോക്സിൽ കൂട്ടുകാരെ മെസ്സേജ് അയച്ചു. ഞങ്ങൾ ആ സ്ത്രീയോട് സംസാരിച്ചു. അപ്പോൾ ആ സ്ത്രീ ഞങ്ങളെയൊക്കെ തെറി വിളിച്ചു, ചീത്ത വിളിച്ചു. ഓണോ വെരി ഗുഡ് ലക്കി മെൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ എന്തുവാടേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അത് എനിക്ക് കേൾപ്പിച്ചു തന്നു. അപ്പം എനിക്ക് ആ ശബ്ദം, അവരുടെ ധാർഷ്ട്യവും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് പിന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്നാണ് അടുത്തത്. ഇതിനെ ഞാനൊരു അവയർനെസ് ആക്കി ഞാൻ FBയിൽ പോസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ വൈഫ് പോസ്റ്റ് ചെയ്തു. പിന്നെ ഞാനത് ഷെയർ ചെയ്ത് പിന്നെ ചാനലിലുള്ള പലരും എന്നോട് വിളിച്ചു, എന്താ വേണ്ട നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് കേസ് കൊടുക്കാൻ മറ്റു കാര്യങ്ങൾ എന്നുള്ളതിനേക്കാളും അപ്പുറത്ത് ഇങ്ങനെ നമ്മളൊരു അധ്വാനമില്ലേ,
ഒരു 40 വയസ്സ് 44 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സ് 100 വയസ്സൊക്കെ ആവുന്ന ഒരു വ്യക്തിയെ അയാൾ ജീവിച്ചു വന്ന കാലഘട്ടത്തെ അയാൾ എന്താ പറയുക നേരിട്ട പ്രതിസന്ധികളെ ഒന്നും മനസ്സിലാക്കാതെ അതിനെ ഒന്നും മനസ്സിലാക്കി വെറുതെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല. അപ്പോൾ ഇനി ഇങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നവർ പറയല്ലേ, പറയുന്ന നാവ് വീണ്ടും ഉള്ളിലേക്ക് ഇടുകൂ എന്നുള്ളൊരു മെസ്സേജ് ആക്കിയിട്ട് ഞാനതിന് മാറ്റി. പക്ഷെ അത് അവര് അവസാനം എന്നെ കുറെ വിളിച്ചൊക്കെ ചെയ്തു. വിളിക്കുമ്പോഴൊക്കെ ഞാൻ ഫോൺ കട്ട് ചെയ്തു. പിന്നെ അവര് ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്ത് പോയി. അതുകൂടെ അറിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവരുടെ വീട്ടിലെ അന്തരീക്ഷം ഞാൻ ഓർത്തു. ഇനി അത് മൂലം അവരുടെ മക്കള് അവരുടെ ഭർത്താവും ഒക്കെ ഇവരെ വേദനിപ്പിക്കുന്നുണ്ടാവും എന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ പിന്നെ ഞാനത് കേസിന് കൂട്ടത്തിൽ പോയി. എന്തായാലും അവരൊരു ആത്മവിശകലനത്തിന് ആ മേഡം തയ്യാറായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. വിവാദങ്ങളുടെ കാലം കൂടിയാണിത്. അതെ. അപ്പോൾ ഈ അടുത്ത് വേണുഗോപാൽ സാർ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. പല പാട്ടുകാർ അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സ് പല ആൾക്കാർ ഒരു ലോബി ഉണ്ട്, പലപ്പോഴും അദ്ദേഹത്തെ തഴയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു പരാമർശം ഈ അടുത്ത് നടന്നിരുന്നു. പ്രത്യേകിച്ച് മണിച്ചിത്രത്താഴ് റിലീസായപ്പോൾ അദ്ദേഹം പാടിയ ഒരു സോങ് അദ്ദേഹത്തിന്റെ ടൈറ്റിൽ ഇല്ലാണ്ട് വെച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതിനെ കുറിച്ച് എന്താ പറയുക? തഴയപ്പെടാറുണ്ടോ? അങ്ങനെ ഒരു എന്തെങ്കിലും ലോബി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുഭവം ചിലപ്പോ അതായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടേണ്ടത് എന്തോ അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതെനിക്ക് കിട്ടേണ്ടതായിരുന്നു, എനിക്കത് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കില്ല. നമ്മളൊരു കൂടാനുകൂടി നമ്മളൊരു കൈക്കുമ്പിളിൽ വെള്ളം കോരിയെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം താഴേക്ക് പോകുന്നുണ്ട്. അവശേഷിക്കേണ്ടത് എന്തായാലും അവശേഷിക്കേണ്ടത്. ഒരു കുമ്പിൾ വെള്ളം പോലും എടുക്കാൻ പറ്റാത്തവർ എത്രയോ ഈ ലോകത്തുണ്ട്. അപ്പോൾ ഒരു കുമ്പിൾ പോയിട്ട് ഒരു തുള്ളി വെള്ളമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആത്മവിശ്വാസം, ആ ഒരു ചിന്തയിലാണ് ഞാൻ എപ്പോഴും. എനിക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, ഇവിടെ കാളം കിട്ടിയില്ല, കിട്ടിയത് വെച്ച് എന്തോ അതാണ് വെച്ച് കഴിക്കും. വളരെ മനോഹരമായൊരു ചിന്താഗതി. നമ്മൾ സംതൃപ്തരാവുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാം അങ്ങ് വാരി പിടിച്ചിട്ടും അയ്യോ അതിന്റെ അപ്പുറത്ത് കുറച്ചുകൂടി ഉണ്ടായിരുന്നു എന്നുള്ള അതിന്റെ ആവശ്യമില്ല. നമുക്ക് കിട്ടിയത് എന്തോ അതിൽ നമ്മൾ സംതൃപ്തരാവുക. കിട്ടിയില്ലെങ്കിൽ നമുക്കത് വേണ്ടാത്തതാണ്. ചിലപ്പോൾ ചില പ്രോഗ്രാമിനൊക്കെ പോയിട്ട് പറഞ്ഞുറപ്പിച്ച് പൈസ ഒന്നും തരില്ല. അപ്പൊ ഞാൻ ചേട്ടാ അതില്ലല്ലോ, അത് പ്രശ്നമായിരുന്നേ, കമ്മിറ്റിന്ന് പിരിഞ്ഞു കിട്ടില്ല, നമ്മളെ എഗ്രിമെന്റ് പ്രകാരം അല്ല. അപ്പൊ ഞാൻ ആ കാര്യം പിടിച്ച് ഞാൻ പോരും. അപ്പൊ ഞാൻ ചിന്തിക്കും പൈസ തരാം. അപ്പൊ ഇതിനുള്ള പ്രശ്നമേ ഉണ്ടാവുള്ളൂ. എന്താണ് നമുക്ക് കിട്ടുന്നത് അതിനുള്ള പ്രശ്നമേ ഉണ്ടാവുള്ളൂ. കൂടുതൽ കിട്ടിയാൽ കൂടുതൽ പ്രശ്നം ഉണ്ടാവും, കുറച്ച് കിട്ടിയാൽ കുറച്ച് പ്രശ്നം ഉണ്ടാവുള്ളൂ. അത് വിചാരിച്ച് അങ്ങനെ ആത്മവിശ്വാസത്തോടുകൂടെ നമ്മൾ വീട്ടിൽ വരും. പ്രേക്ഷകർക്ക് ഏറ്റവും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഗാനമുണ്ട്, പള്ളിക്കെട്ട് ശബരിമലയ്ക്ക്. അത് ഒരുപാട് ഇഷ്ടമാണ് എല്ലാവർക്കും. അത്രയധികം ഫാൻ ബേസ് ഉണ്ട് ആ പാട്ടിന്. സന്നിധാനന്ദൻ പാടിയിട്ടുള്ള പാട്ട്. വീരമണി ഗുരുനാഥൻ കെ വീരമണി അദ്ദേഹം 1960-70 കാലഘട്ടത്തിൽ പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ ഞാൻ ആ പാട്ട് എന്ന് പറയാൻ ഞാൻ എന്റെ വീട്ടിൽ പാട്ട് കേൾക്കാനുള്ള മാർഗം, ശബരിമലയുടെ കോസ്റ്റ്യൂം ഇട്ടിട്ട് പാട്ട് കേൾക്കാനുള്ള മാർഗ്ഗമില്ല. അപ്പോൾ ഓരോ വീടുകളിലും ഗുരുസ്വാമിയുടെ കൂടെയൊക്കെ കെട്ട് നിറയ്ക്കാനൊക്കെ പോകുമ്പോൾ ഈ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും. പിന്നെ ശബരിമലയ്ക്ക് പോകുമ്പോൾ ഗുരുസ്വാമിയുടെ കൂടെ അച്ഛൻ്റെ കൂടെയൊക്കെ പോകുമ്പോൾ അന്ന് ഏകദേശം വണ്ടിയിൽ പാട്ട് വെക്കാന്നുള്ളൊരു സിസ്റ്റം ആയിട്ടുള്ളൊരു കാലമാണ്. അപ്പം നമ്മളിത് കാസറ്റൊക്കെ മേടിച്ച് പോകുമ്പോൾ ഈ പാട്ട് മലയ്ക്ക് പോകുമ്പോൾ കേൾക്കും. പിന്നെ ഞാനതിങ്ങനെ അമ്പലത്തിൽ ഭജനയ്ക്ക് പാടും. അപ്പം എല്ലാവരും ചോദി ചുട്ട കയ്യടിയും തപ്പ് താകിയിൽ ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് എല്ലാവരും കൂടി ഇന്ന് പാടുക. അപ്പം നമ്മളത് ഇത് വെച്ചല്ലേ. അപ്പം അവിടുത്തെ അമ്പലത്തിൽ വിളിച്ച് മറ്റു പാട്ടില്ലേ, തമിഴ് പാട്ട്, അത് പാടില്ല. ആള് വിളിച്ച് പാടാതിരിക്കുന്ന ദിവസം ഉണ്ടാവും. അത് പാട്ട് പാടണട്ടാ. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ പാടുന്ന കുറെ പാട്ടുകളുണ്ട്. ഇതൊന്നും ശരിയാണോ എന്ന് അറിയില്ല, അത് വേറെ കാര്യം. ഒരു ഗുരുനാഥന്റെ അടുത്ത് പോയിട്ട് പഠിച്ചാലേ നമ്മൾ പാടുന്നത് ശരിയാണോ എന്ന് അറിയുള്ളൂ. ഇപ്പോഴും നമ്മള് ചിലരൊക്കെ പാട്ട് ഇപ്പോൾ ദുബായിൽ നിന്നുള്ളവരും വേറെ ദേശത്തുള്ളവരൊക്കെ പാട്ട് അയച്ചു തരും റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ സന്യാസ സ്റ്റുഡിയോയിൽ പോയി പാടിക്കോളൂ. അപ്പം ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാടിപ്പിക്കാൻ കഴിവുള്ള സൗണ്ട് എഞ്ചിനീയറുടെ അടുത്തേക്ക് ഞാൻ പോവുള്ളൂ. കാരണം ഞാൻ പാടുന്നത് ശരിയെന്ന് അവർ പറഞ്ഞാലേ എനിക്ക് ഉറപ്പുള്ളൂ. അങ്ങനൊരു കാര്യമുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്ത് ചെന്ന് നമ്മളിങ്ങനെ പാടും. അപ്പോൾ നമുക്ക് ഓരോ പാട്ടുകൾ കേൾക്കുമ്പോൾ അന്ന് പുസ്തകം കിട്ടും. ഇന്നിപ്പോ പാട്ടിന്റെ ലിറിക്സ് അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ വരും. പാട്ടുപുസ്തകം കൊണ്ട് അന്ന് പാടിപ്പതിഞ്ഞ ഗാനങ്ങൾ, ചലച്ചിത്ര ഗാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറെ പാട്ടുപുസ്തകങ്ങൾ കിട്ടും. അപ്പൊ അതിൽ എന്നുപോലെ തന്നെ കുറെ ഭക്തി ഗാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പൊ അതൊക്കെ ഒരു തവണ കേട്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് നമ്മൾ
പാടിയിരുന്നത്. അപ്പം അങ്ങനെ പാടി ഇപ്പോഴും ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ആ പാട്ട് പാടണമെങ്കിൽ അന്ന് രാവിലെ പള്ളിക്കൽ ശബരിമലയ്ക്ക് ഒന്നുകൂടെ കേൾക്കും. ആ എത്ര പ്രോഗ്രാമിന് ഞാൻ ആ പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ അത്ര പ്രോഗ്രാമിന് ഞാൻ ആ പാട്ട് കേൾക്കാറുണ്ട്. ലൈവ് പുള്ളിക്കാരൻ അതിൻ്റെ ഒറിജിനൽ ട്രാക്ക് കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഈ പതിവ് പോലെ ഈ ഏഷ്യാനെറ്റ് ടീം എൻ്റെ അമ്പലത്തിൽ ഷൂട്ട് ചെയ്യാൻ വന്നു. അപ്പോൾ ഞാനിത് ചുട്ട കലകലുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ ഇങ്ങനെ ശരി അജയൻ സാറ് ശരി. അപ്പോൾ അതിൻ്റെ 100ാം ദിവസമാണ് ആ പ്രോഗ്രാമിന് ഈ പാട്ട് ഇൻട്രോ ആയിട്ട് പറഞ്ഞത്. സാറേ സന്നി ഒരു പാട്ട് ലിസ്റ്റ് ഉണ്ട്, അത് പാടിക്കോട്ടെ. അത് ശരി. ഏതാ പാട്ട്? പള്ളിക്കെട്ട് ശബരിമല. അത് ശരി. അങ്ങനെയാണ് അത് പാടുന്നത്. ഓക്കെ അയ്യോ സോറി എന്ന് പറയുന്നത്. ഇരുമുടിതാൻ ഒരു മനതാൻ ഗുരുവിനതേ വന്നോ ഇരുവിനെ തീർക്കും യമനെയും വെല്ലും തിരുവടിയെ കാണ വന്നോ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലുക്ക് മെത്തെ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. എന്നോട് സന്നിധാനത്തിനാണ് ഗസ്റ്റ് എന്ന് പറഞ്ഞപ്പോഴേ എന്നോടൊരു ഫ്രണ്ട് ഗ്രൂപ്പിൽ ഒരു പ്രാവശ്യം ആളെ കൊണ്ടുവന്ന് ശരണം വിളിപ്പിച്ചു. നിങ്ങളെ ശരണം വിളിക്കുക അസാധ്യ ഫാൻസാണ്. തീർച്ചയായും അങ്ങനെ ഒരുപാട്. ശരിക്കും ഈ സംഗീതം കിട്ടിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു അമ്മയിൽ നിന്നാണ് അല്ലെ? അമ്മയുടെ കൂടെ പാടിയിട്ടുള്ള കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മയും അച്ഛനും ഒരു റോ വോയിസിലുള്ള ശബ്ദമാണ്. അപ്പൊ ആള് ആ രീതിയിൽ പാടും. അമ്മ ഭയങ്കരമായിട്ട് മെലഡിയൊക്കെ നല്ല വെച്ചാൽ അന്നത്തെ കാലത്തെ കുറെ പാട്ടുകൾ പോകും. പൂവാറ കുന്നിനാമങ്കോമാരെ നിങ്ങൾ ഇന്നത്തെ വട്ടിക്ക് ഭൂതരാമോ എന്നൊക്കെ പറഞ്ഞ അമ്മ കുറേ പാട്ടുകൾ ഇങ്ങനെ പാടും. അപ്പം അമ്മയുടെ അടുത്ത് നിന്നാണ് ആ ഒരു മ്യൂസിക് അച്ഛനും അമ്മയും പാടി ആ സ്പാർക്ക് ഇങ്ങനെ വരുന്നത് അങ്ങനെയാണ്. അപ്പം ഞാനിങ്ങനെ ഒരു പാട്ട് ഭയങ്കരമായിട്ട് ഒരു സ്റ്റുഡിയോയിൽ നിന്ന് ഇങ്ങനെ പാടുമ്പോൾ ഞാൻ അറിയേണ്ട അമ്മേനെ ഓർത്ത് പോയി. കാരണം അമ്മ ദൂരെ അമ്മയൊക്കെ ഇങ്ങനെ ഒരു കൊയ്യാനും നടാനൊക്കെ പോകുമ്പോൾ ആ പാടത്ത് നിന്നിട്ട് അമ്മ പാട്ട് പാടും. അതൊരു വല്ലാത്തൊരു ഫീലാണ്. അപ്പോൾ ഞാൻ കഞ്ഞി കൊണ്ടുകൊടുക്കും. അമ്മയ്ക്ക് എന്തോ കുറച്ച് സ്നേഹമുള്ളത് കൊണ്ട് നീ കറ്റിയൊന്നും എടുക്കണ്ട, നീ ഉച്ചയാകുമ്പോഴേക്കും കഞ്ഞി കൊണ്ടുവന്നാൽ മതി എന്ന് പറയും. അപ്പോൾ ശരി അമ്മ ഞാൻ കൊണ്ടുവരാം. അങ്ങനെ ദൂരെ അമ്മ എത്ര ദൂരാണെങ്കിലും അമ്മയുടെ തലയിൽ തോർത്തുമുണ്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണും. അപ്പോൾ ധൈര്യമായിട്ട് പാടത്തിൻ്റെ അടുത്ത് കൂടെ പോകും. അപ്പോൾ അതിലങ്ങനെയുള്ള ഒരു പാട്ട് മ്യൂസിക് ഡയറക്ടർ തന്നെ ഒരു പുതിയൊരു ലിറിക്കുണ്ട്. പുതിയ ലിറിക്കല്ല, പഴയ പാട്ട് പോലെ തോന്നിക്കുന്ന ഒരു താരാട്ട് പാട്ടാണ്. അപ്പോൾ ആ പാട്ട് ആരിയം നെല്ലിൻ്റെ ഓലൊന്നാടും പോലെ ചാഞ്ചാടും നീ ചേരിഞ്ഞാട് ഞാറ്റുമുടി കുത്തി താളത്തില് പാടടാ പാട്ടു കേട്ട് നീയുറങ്ങ് അക്കണ്ടം ഇക്കണ്ടം മേലത്തെ കുഞ്ഞിക്കണ്ടം ഇക്കണ്ടം നട്ട് ഞാൻ കീറിയിടട്ടെ വാരിയെടുക്കാനും താരാട്ട് പാടാനും ഏറെ കൊതിയുണ്ട് പൊന്നുകട്ടെ ആരിയെന്നില്ലിൻ്റെ ഓലൊന്നാടും പോലെ ചാഞ്ചാടും നീ ചേരിഞ്ഞാട് ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടടാ പാട്ടു കേട്ട് നീ ഉറങ്ങ് പാട്ടു കേട്ട് നീ ഉറങ്ങ്. ഓഡിയോ ഇല്ലാത്തൊരു ഫീല്. വീഡിയോ ആൽബം ഇറങ്ങിയിരുന്ന ഒരു കാലത്താണ് ഞാൻ ഈ പാട്ട് പാടിയത്. അത് ഓഡിയോ മാത്രമേ ഉള്ളൂ. പക്ഷെ അന്ന് ഈ പാട്ട് ഓഡിയോ മാത്രമായിട്ട് ഭയങ്കര ഹിറ്റായിരുന്നു. എല്ലാ സോങ്സും
ഹൈയിലാണ് അല്ലേ? നമ്മൾ കുറച്ച് മുമ്പേ ഞാൻ ഈ ഐഡിയ സ്റ്റാർ സിംഗർ നടക്കുമ്പോ തന്നെ ഒരു എപ്പിസോഡ് കണ്ടിരുന്നു. അപ്പൊ ലാലേട്ടനാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഓരോരുത്തരും ലാലേട്ടന്റെ സിനിമകളുടെ പാട്ടുകൾ മാറി മാറിക്കൊണ്ടിരിക്കുക, മാറി മാറി പാടിക്കൊണ്ടിരിക്കുക. അപ്പൊ സന്നിധാനന്ദം പാടുന്നത് വന്ദേ തീർച്ചയായിട്ടും ഓർമ്മയുണ്ട്. അത് നിങ്ങൾ പാടുമ്പോ ലാലേട്ടൻ ആ സൗഹൃദത്തെ കുറിച്ചിട്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാർ വന്നു അല്ലേ ഊരുതണ്ടി കേറി പാടോ എന്നൊക്കെ പറയാം. അപ്പൊ എനിക്ക് അദ്ദേഹത്തിന്റെ ലാലേട്ടന്റെ സിനിമയെ കുറിച്ച് പറയാൻ വന്നു. അതിനേക്കാളും അപ്പുറത്ത് എനിക്ക് അന്ന് ലാലേട്ടനോട് പറഞ്ഞത് എനിക്ക് ഈ പാട്ട് വല്ലാണ്ട് വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപ ഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരി എവിടെ കോലക്കുഴൽ പാട്ടും അങ്ങനെ അത് എം ജി രാധാകൃഷ്ണൻ സാറ്. അപ്പൊ അതിന് ഈ പാട്ട് പാടിയപ്പോ ലാലേട്ടന് ഒരുപാട് സന്തോഷം മറന്നുപോയി. അപ്പൊ ഞാനത് കണ്ടിരുന്നു. ഭയങ്കര സന്തോഷം. ഞാൻ ഇപ്പൊ കണ്ടല്ല, മുമ്പ് കണ്ട ഓർമ്മയാണ്. വരെ നോക്കി വെച്ചോളൂ. ഒരുപാട് സന്തോഷം. അപ്പൊ ഈ യൂത്ത് ഫെസ്റ്റിവൽ സമയത്ത് അല്ലാന്നുണ്ടെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോൾ കേരള ഓർമ്മയിലാണല്ലോ സ്വാഭാവികമായിട്ടും ഡി സോൺ, ഇന്റർ സോൺ, ആ സമയത്തൊക്കെ പാട്ടുണ്ടായിരുന്നു. നമ്മൾ കോളേജിനെ സംബന്ധിച്ചിടത്തോളം പാട്ട് പാടുന്നവർക്ക് ആരാധകർ കൂടുതലായിരിക്കും സ്വാഭാവികമായിട്ടും. സത്യമാണ് അത്. കേരള ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനാണ് അനൂപ്, പുള്ളിക്കാരനാണ് എന്നോട് പറയുന്നത്, സന്നി ഞങ്ങള് അതായത് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്താ ആദ്യമായിട്ട് ചെയ്തതെന്ന് എന്നോട് ചോദിക്കും. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ എന്താ ആദ്യമായിട്ട് ചെയ്തത്? ഞാനത് തോറ്റത് ഒന്നുകൂടെ എഴുതി. അതെ, സീരിയസ്ലി. ഞാൻ വേറെ എന്തൊക്കെയോ പ്രതീക്ഷ അങ്ങനെയൊന്നും പാടില്ല. അതായത് 10ാം ക്ലാസ് ഇദ്ദേഹം അങ്ങ് അത്ഭുതപ്പെട്ടു, എന്ത് ചെയ്യണം. അതായത് അതായത് പാട്ട് മാത്രമേ മനസ്സിലുള്ളൂ. പിന്നെ പുസ്തകം വായന, ലൈബ്രറി, അമ്പലം, പിന്നെ അവിടുത്തെ ഞങ്ങളൊരു ആർട്സ് ക്ലബ്ബ്, പൂരത്തിന് ശിങ്കാരിമേള അല്ലെങ്കിൽ കുട്ടികളുടെ ഡാൻസ് ഇടും. അപ്പൊ അവിടെ തല്ലുണ്ടാവും. അപ്പൊ അത് പിടിച്ചു മാറ്റൽ പരിപാടി പഠിക്കുക. പിന്നെ നാടകം, ഇതൊന്നുമല്ല, ഭയങ്കര അഭിനയ. അല്ല, സ്കൂളില് അമ്പലത്തില് അറിഞ്ഞിട്ട് ഒരു പണി ഇതുവരെ ചെയ്തിട്ടില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. അല്ല, ലവ് മാരേജ് ആയിരുന്നല്ലോ അല്ലെ? അത് പിന്നെ അങ്ങനെയാണല്ലോ. ഓട്ടർഷ അങ്ങോട്ടും പോവും, ഇങ്ങോട്ടും വരും. അതെങ്ങനെയായിരുന്നു? കല്യാണം കഴിഞ്ഞിട്ടോ? കൂടല്ലോ, ഒരു കുട്ടിയുണ്ട്. അതെ, പിന്നെ ഞാൻ ഇപ്പൊ പ്രത്യേകിച്ച് അതെ രണ്ടാമത്. അതെ, നല്ല കാര്യം. അതായത് കണ്ടിട്ടില്ല. അല്ല, അതെനിക്ക് മനസ്സിലായി, പ്രത്യേകിച്ച് പറയണ്ട. അതായത് അതല്ലേ നമ്മളെന്താ പറഞ്ഞു? അല്ല, ഞാൻ ലവ് മാരേജിന്റെ കാര്യം പറഞ്ഞു. ഒരൊറ്റ സമയം പറയാം. 10ാം ക്ലാസ് അതെ, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് തോറ്റത് എഴുതി, ബാഹ്യത്തിന് ജയിച്ചു. അപ്പോൾ അത് ജയിച്ചു കഴിഞ്ഞാൽ 2 പേപ്പറിലാണ് വരികയത്, ഒരു നമ്പർ. ഇപ്പൊ നമ്മള് ഗൂഗിളില് ശരിക്കും ആത്മാർത്ഥമായിട്ട് തിരിച്ചതാ. അല്ല, ആളുകൾ അപ്പോൾ പേപ്പറിലുണ്ട് എൻ്റെ വീടിൻ്റെ നമ്മുടെ കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ഏറ്റവും ആദ്യത്തെ സന്തോഷവും ഏറ്റവും ആദ്യത്തെ ദുഃഖം അറിയാം അയൽവാസികളാണ്. ഹൈലി റിലേറ്റബിൾ അല്ലേ? അതെ. അപ്പോൾ ഞാൻ ഇന്ന് മാതൃഭൂമി രാവിലെ, നാളെ റിസൾട്ട് അറിയുന്ന ദിവസമാണ്, ഒരു പേപ്പർ രാവിലെ വീട്ടിൽ. ഓക്കെ, അപ്പൊ വിടും. അത് അന്നത്തെ ദിവസം പേപ്പർ വരുമ്പോ എല്ലാവരും ഇങ്ങനെ നോക്കണം, എന്ത് ഇന്ന് പേപ്പർ വരാം, ബാക്കി എല്ലാ ദിവസവും എൻ്റെ വീട്ടിൽ പേപ്പറില്ല. അപ്പൊ നമ്മളത് പേപ്പർ 7, 8 ജയിച്ചു. അപ്പൊ നമ്മൾ നോക്കും. അപ്പൊ അമ്മോട് അമ്മേ ഒരു വിളിയുണ്ടാ. അപ്പൊ പതിവില്ലാണ്ട് അത് ജയിച്ചു. തോറ്റി കഴിഞ്ഞ് പിന്നെ വിളിക്കില്ല. ഇപ്പൊ നമ്മള് ഫേസ്ബുക്ക് മറ്റേ ഗൂഗിളിലാണല്ലോ, അറിയില്ലേ? അങ്ങനെയല്ലേ?
ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെയായിരുന്നു. ഹലോ. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഉണ്ട്, വിജയലക്ഷ്മി ചേച്ചി. എന്തേ ചോദിച്ചു. ഞാൻ ജയിച്ചു. ഞാൻ ജയിച്ചു, ഡിഗ്രി പാസ് അല്ല 10ാം ക്ലാസ് പാസ്സായി. അങ്ങനെ പിന്നെ എന്ത് ചെയ്യും എന്നായി ചിന്ത. അപ്പോൾ അവിടെയാണ് എൻ്റെ കൂട്ടുകാരൻ അനൂപ് പറഞ്ഞു, സനി കേരളവർമ്മ എന്ന് പറഞ്ഞൊരു കോളേജ്, അങ്ങനെ കോളേജ് ഉണ്ടാ? ഞാൻ ശരി, ഞാൻ ശ്രീകൃഷ്ണ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശ്രീകൃഷ്ണ LF എന്ന് കേട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ എന്റെ വീണ്ടും ചെവിക്ക് കുറച്ചും കൂടി അടുത്ത് കോളേജൊന്നും ഇല്ല. ആ അതൊക്കെ കേൾക്കും. അതൊന്നുമല്ല, എന്റെ വീണ്ടും മുമ്പ് കൂടെ എന്റെ ഒപ്പം പഠിച്ച് ജയിച്ചു പോയിട്ട്, എന്റെ ഒപ്പം പഠിച്ചിട്ട് ജയിച്ചു പോയ ആൾക്കാര് പിന്നെ LFലേക്ക് പോകുന്നുണ്ട്. അതായത് ഞാൻ തോറ്റല്ലോ. അപ്പൊ അങ്ങനെ എവിടെ LFലേ ഓക്കെ. അപ്പൊ അവരിപ്പോ അങ്ങനെ LF ഉണ്ട്, ശ്രീകൃഷ്ണ കോളേജ് ഉണ്ട്. പിന്നെ എന്റെ അടുത്ത് തന്നെ വ്യാസ കോളേജ്. വ്യാസയിലും ഞാൻ പഠിച്ചിട്ടുണ്ട്. വ്യാസയിലും ഞാൻ പഠിച്ചിട്ടുണ്ട്. അടിപൊളി കോളേജ്. അതല്ലേ, ഇപ്പൊ അതന്ന് പഠിച്ചു കഴിഞ്ഞല്ലോ അടിപൊളി കോളേജ്. അല്ല, പാർലിക്കാടല്ലായിരുന്നു. പാർലിക്കാട് സൂപ്പർ ക്യാമ്പസ് അല്ലായിരുന്നു. ചെല്ലുമ്പോ അടിപൊളിയായിരുന്നു. സോറി. അതെ, അപ്പൊ നമുക്കൊരു നീ അറിഞ്ഞോ രാമാന്ന് പറഞ്ഞൊരു സോങ്, ഒരു അങ്ങനെയല്ല, ഒന്നാം അത് ഭയങ്കര അപ്പൊ അത് പറയാം. അപ്പൊ അങ്ങനെ എന്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഇങ്ങനെ ശ്രീകൃഷ്ണ കേരളവർമ്മ എന്ന് പറഞ്ഞൊരു കോളേജും കൂടി ഉണ്ട്. അന്നാ ശരി, എല്ലായിടത്തും കൊടുക്കാം നമുക്ക് എന്ന് പറയാം. പ്രീ ഡിഗ്രി അവസാനത്തെ പ്രീ ഡിഗ്രി മാധുര്യം എന്ന് പറഞ്ഞ ഒരാളാണ് അവസാന പ്രീ ഡിഗ്രി. അപ്പോ അത് കഴിഞ്ഞപ്പോ PJ ജോസഫ് +2 കൊണ്ടുവന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ടത്. അത് കാരണം നിങ്ങളൊക്കെ അടിച്ചു പൊളിച്ചു, ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരു സ്കൂൾ ഫീൽ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +2 അതേപോലെ. അപ്പൊ അങ്ങനെ കേരളവർമ്മയിൽ ചെല്ലുന്നു, അവിടെ അഡ്മിഷൻ കിട്ടുന്നു. പിന്നെ വേറൊരു മ്യൂസിക്കിന്റെ ഒരു അവിടെയും പാട്ടാണ് നമ്മൾക്ക്, അവിടെയും പാട്ടാണ് നമ്മളെ. അപ്പൊ അങ്ങനെ നമ്മള് മേരി ആവാസുനോ എന്ന് പറഞ്ഞ പ്രദീപ് തോമസ്, നമ്മുടെ തൃശ്ശൂരിന്റെ അഭിമാനം, ആള് ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വന്നു. ദേവേ, പ്രദീപ് സോമസുന്ദരം ദൂരദർശനിൽ എന്തോരം കണ്ടൊരു മനുഷ്യനാണ്. അങ്ങനെ ആള് വന്ന് എണ്ണക്കറുപ്പിൻ ഏഴഴക് എൻ്റെ കൺമണിക്കോ മൊഴിയഴക്, എൻ്റെ കൺമണിക്കോ മൊഴിയഴക് മിഴികളിലണിയും തേനഴ, അങ്ങനെ ഉള്ളൊരു പാട്ട്. അത് നമ്മുടെ ഈസ്റ്റ് കോസ്റ്റ് വിജയ് ബാലഭാസ്കർ അദ്ദേഹം മ്യൂസിക്. നിനക്കായി തോഴി പുനർജനിക്കാം, ഇനിയും ജന്മങ്ങൾ ഒന്നു ചേരാം. അന്നത്തെ ആൽബം കാലഘട്ടം ഇതൊക്കെ അദ്ദേഹം പാടുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ദൈവമേ, വീണ്ടും സംഗീതം, പാട്ടുകാരനാവണം, പാടണം. പക്ഷെ ഇതൊക്കെ പറ്റുമോ എന്നുള്ള ചിന്തയില്ല. ഇതൊക്കെ അത് അങ്ങനെ അവിടെ ഇല്ല. നമുക്ക് ഇത് ഇങ്ങനെയുള്ള ആൾക്കാരെ കാണാൻ പറ്റുന്നതും, പിന്നെ അവിടെ കോളേജിൽ പാടുന്നു, ലൈറ്റ് മ്യൂസിക് മത്സരത്തിൽ പങ്കെടുക്കുന്നു, D-Zone കടക്കുന്നു, അവസാനം പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ പിന്നെ അവിടെ ഡിഗ്രിക്ക് ചേർന്നു. ഡിഗ്രി പിന്നെ ഞാൻ അവിടെ ഡിഗ്രിക്ക് 3 വർഷം പഠിച്ചു. അങ്ങനെ 5 വർഷം അവിടെ തികച്ചു. അങ്ങനെയാണ് ലാസ്റ്റ് വർഷം ഞാൻ ഇന്റർസോണിൽ ഞാൻ തന്നെ കമ്പോസ് ചെയ്ത ഒരു പാട്ട്. അല്ല, അതും അറിഞ്ഞിട്ടൊന്നുമില്ല. അതെ, എന്നിട്ട് അത് പാടണത് ഒരു മണിക്കൂർ പോയി പറഞ്ഞില്ല. സൂപ്പർ പരിപാടി, അടിപൊളി, സമയം പോയത് അറിഞ്ഞില്ല. നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് പറയാം. അങ്ങനെ ഇന്റർസോണില് ഈ പാട്ടുമായിട്ട് ഞാൻ ചെന്നു. D-Zone കിട്ടി. ഇത് കോളേജിൽ ഭയങ്കര ഹിറ്റായി. കാരണം എല്ലാ മരത്തിന്റെ ചൂട്ടിലും ഞാൻ ചെന്ന് പാടുമല്ലോ. അപ്പോൾ അവിടെ ചെന്ന് ഇത് നമ്മൾ പാടി. അപ്പോൾ ഈ പാട്ട് കോളേജിൽ ഭയങ്കര ഹിറ്റായി. അങ്ങനെ ഞാൻ ഇന്റർസോണ് പാടി. അത്
നമ്മുടെ സ്വന്തം ഈ വർഷം സംസ്ഥാന അവാർഡൊക്കെ പാട്ടുകാരന് കിട്ടിയ സംഗീത സംവിധായകനായ വിദ്യാധരൻ മാഷാണ് ആ പാട്ട് ജഡ്ജ് ചെയ്തത്. അങ്ങനെ എനിക്ക് ഇന്റർസോൺ മത്സരത്തിൽ എൻ്റെ പാട്ടിന് 2ാം സമ്മാനം കിട്ടി. ഞാൻ അതെനിക്കൊരു വലിയൊരു ഭാഗ്യം. അപ്പം അത് മ്യൂസിക്കാണ് എല്ലാം തന്നത്. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നതും ഒക്കെ ഒരുപാട് അനുഗ്രഹം, ഗുരുനാഥന്മാരുടെ അനുഗ്രഹം. നമുക്ക് ആ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതുണ്ടെങ്കിൽ സോറി. അയ്യോ, അത്രയും ഇതുപോലെ ചിരിച്ചൊരു എപ്പിസോഡ് ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല. ഭയങ്കര രസായി. ആ ഒരു പാട്ട് നമുക്ക് മറ്റേ അത് 14 വർഷങ്ങൾക്ക് ശേഷം 2008 ഞാനത് പാടിയത്. കണക്ക് മാറിയിട്ടുണ്ട്, കുഴപ്പമില്ല, നല്ല കുഴപ്പമില്ല. 2008 തീർച്ചയായും 9, 10 അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ 10-16 വർഷമായി ഉണ്ടാവും എന്ന് വെക്കാം. അതിനു മുമ്പ് 2008 പാടിയ പാട്ടാണ് ഒന്നാന അമ്പെടുത്ത്. അത് വർഷങ്ങൾക്ക് ശേഷം റിപ്പീറ്റ് വാല്യൂ എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് വീഡിയോ ആയിട്ട് ഭയങ്കര ഹിറ്റായിരുന്നു ആ പാട്ട്. ഇപ്പം അത് ഇപ്പം ദുബായിൽ നിന്നാണ് അതിൻ്റെ ഏറ്റവും ആദ്യത്തിൻ്റെ കൈകൊട്ടി ഓണം കളി വേർഷനിൽ ആ പാട്ട് യൂസ് ചെയ്തത്. ഒന്നാനാം അമ്പെടുത്ത് രാമനെയണ നേരമതയും ലങ്കേശൻ രാവണന്റെ നെഞ്ചിലിടിത്തിയായി വല്ലാതെ മോഹമോടന്ന് മൈഥിലിയെ കട്ടതുകൊണ്ട് എന്തെല്ലാം പുകില് വന്നെന്റെ കൈലാസനാഥ. അടിപൊളി. അപ്പോൾ നാളത്തെ പ്രോഗ്രാം അടിച്ചു പൊളിക്കട്ടെ. നമസിന്റെ എല്ലാവർക്കും പ്രോഗ്രാമിന് ഓൾ ദി ബെസ്റ്റ്. എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് സന്നിധാനത്തൻ ഒരുപാട് സന്തോഷം. അതെ, ഇനിയും ഒരുപാട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നന്നായതാണ്. അതെ അതെ അതെ, നമ്മള് വരുമ്പോ എന്താ വെച്ചാൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു ആഗ്രഹം ഇത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാള് ആയി മാറി. നമ്മളെല്ലാവരും. അതെ, ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്കൊരു പാട്ട് പാടി വൈൻഡപ്പ് ചെയ്യാം. അതല്ലേ. മാണിക്കല്ലിനെ മറക്കില്ല ഞാനിന്ന്, മുത്തം തരാം പോവണ്ട മുല്ലപ്പൂവേ മാടണ്ട. മാണിക്കല്ലിനെ മറക്കില്ല ഞാനിന്ന്, മുത്തം തരാം പോവണ്ട മുല്ലപ്പൂവേ വാടണ്ട. എന്നാണ് ദൈവമേ നമ്മളൊന്ന് കാണുന്നേ. നമ്മൾ ഇനിയും വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ താൽക്കാലികമായിട്ട് വിട കൊള്ളട്ടെ.